Welcome to Blessing Today Morning Glory New Year special episode. Welcome to the year of Glory Realm. Amen. സാധാരണ ഞാൻ ഒറ്റയ്ക്കാണ്, പക്ഷെ ഇന്ന് സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് സാക്ഷാൽ സിസ്റ്റർ ഷെമ, കൂടെ ബ്രദർ സജിത്തുണ്ട്, ബ്രദർ ആംബ്രോസ് ഉണ്ട്. ദിസ് ഈസ് ഗോയിങ് ടു ബി ഫാന്റാസ്റ്റിക്. ഇത് വാച്ച് ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് വിത്ത് ഹിസ് ഗ്ലോറി I believe he is going to touch you. എനിക്ക് തോന്നുന്നു ഒത്തിരി കാര്യങ്ങൾ ഇന്നുള്ളത് കൊണ്ട് വേഗത്തിൽ സ്പോൺസേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാലോ? യെസ്, വി ഹാവ് സ്പോൺസേഴ്സ് ഹിയർ. ആദ്യത്തേത് ഒരു കീ സ്പോൺസറാണ്, മുംബൈയിൽ നിന്ന് ബിജു പാപ്പച്ചനാണ്. താങ്ക് യു ബ്രദർ ബിജു പാപ്പച്ചൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, സാമ്പത്തിക മേഖലയിൽ ഉയർച്ചയുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. 2 ആൺമക്കളുടെയും വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുവാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. അതോടൊപ്പം ഇന്നൊരു കോ സ്പോൺസർ കൂടെയുണ്ട്. ന്യൂ ജേഴ്സിയിൽ നിന്ന് നിത്യ രഞ്ജിത്ത് ആൻഡ് നീതു രഞ്ജിത്താണ്. താങ്ക് യു നിത്യ ആൻഡ് നീതു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ കുഞ്ഞുങ്ങളായ നയോമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജുവാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് 2 പേർക്കും നല്ലൊരു സ്കൂളിൽ യേശുവിൻ്റെ നാമത്തിൽ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതോടൊപ്പം എമിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ ഒരു പുതിയ വർഷം ദൈവത്താൽ ആ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവികമായ ആരോഗ്യവും സൗഖ്യവും തൻ്റെ ശരീരത്തിലുണ്ടാകുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്നത് സ്പോൺസർ ചെയ്തവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ്. യെസ്. നീതു അതുപോലെ നിത്യയൊക്കെ വർഷങ്ങളായി ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒപ്പം സഞ്ചരിക്കുന്നവരാണ്. പൂനെയിൽ നിന്നല്ലേ? മറ്റേ അതെ, അടുത്ത ആള്, അതിന് മുന്നത്തെ ആള് മുംബൈയിൽ നിന്നായിരുന്നു. മുംബൈയിൽ നിന്ന്. താങ്ക് യു ഓൾ, താങ്ക് യു ഓൾ. എനിക്ക് തോന്നുന്നൊരു പുതുവർഷ പുലരിയിൽ ഇത് ലൈവായി കാണുന്നവരുണ്ട്, ഇതിന് ശേഷം റീപ്ലേ കാണുന്നവർ കാണാം. ഐ തിങ്ക് വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദ വർഷിപ്പ്. ബ്രദർ സജിത്താണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അദ്ദേഹം നമ്മളെ ആരാധനയിൽ ലീഡ് ചെയ്യുമ്പോൾ എവിടെയാണോ അവിടെ, ഏത് രാജ്യത്തായാലും ഏത് ഭവനത്തിലായാലും, നമുക്ക് ഒരുമിച്ച് നന്ദി പറഞ്ഞ് കർത്താവിനെ ആരാധിക്കാം. പോലെ ആരുള്ളൂ, നന്മയേകാൻ നീയുള്ളൂ. അങ്ങിലാണെന്നാശ്രയം എന്നേശുവേ. അങ്ങിപ്പോലെ ആരുള്ളൂ, നന്മയേകാൻ നീയുള്ളൂ. അങ്ങിലാണെന്നാശ്രയം എന്നേശുവേ. എന്നും എൻ ജീവിതത്തിൽ അങ്ങാണെന്നടിസ്ഥാനം. അങ്ങില്ല എൻ ജീവിതം പാഴായി പോയിടുമേ. എൽ ശദായ് ആരാധന, എലോഹീം ആരാധന, അദോനായ് ആരാധന, യേശുവാ ആരാധന, എൽ ശദായ് ആരാധന, എലോഹീം ആരാധന, അദോനായ് ആരാധന, യേശുവാ ആരാധന.
നന്മയേകാൻ നീയുള്ളൂ. അങ്ങിലാണെന്നാശ്രയം എന്നേശുവേ. ഓ അങ്ങെപ്പോലെ ആരുള്ളൂ, നന്മയേകാൻ നീയുള്ളൂ. അങ്ങിലാണെന്നാശ്രയം എന്നേശുവേ. എന്നും എൻ ജീവിതം, എന്നും എൻ ജീവിതത്തിൽ അങ്ങാണെന്നടിസ്ഥാനം. അങ്ങില്ല എൻ ജീവിതം പാഴായി പോയിടുമേ. എൽ ശദായ് ആരാധന, എലോഹീം ആരാധന, അദോനായ് ആരാധന, യേശുവ ആരാധന, എൽ ശദായ് ആരാധന, എലോഹീം ആരാധന, അദോനായ് ആരാധന, യേശുവ ആരാധന, എൽ ശദായ്. ഓ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു യേശുവേ, ആരാധന. ഓ അദോനായ് ആരാധന, യേശുവ ആരാധന. സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാദി സ്വർഗവും അങ്ങെപ്പോലാവില്ലേ. സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാദി സ്വർഗവും അങ്ങെപ്പോലാവില്ലേ. അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ ഞാൻ സ്നേഹിച്ചിടുന്നേ. ഓ അങ്ങേ ഞാൻ ആരാധിക്കുന്നേ, അങ്ങേ ഞാൻ സ്നേഹിച്ചിടുന്നേ. സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാദി സ്വർഗവും അങ്ങെപ്പോലാവില്ലേ. സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാദി സ്വർഗവും അങ്ങെപ്പോലാവില്ലേ. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നേ. ഓ അങ്ങേ ഞാൻ സ്നേഹിച്ചിടുന്നേ. ആമേൻ. താങ്ക് യു ഫാദർ. ആമേൻ. എനിക്ക് തോന്നുന്നൊരു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആംബ്രോസ് ഓർമ്മയുണ്ടാകും, നമ്മൾ ഒരുമിച്ച് സെക്കൻഡ് സർവീസിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുപോലെ വർഷിപ്പ് നടക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ അകത്ത് അതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു സാധനം കർത്താവ് തന്നു. ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദ പാസ്റ്റ്, ഫെയ്ത്ത് ഫോർ ദ പ്രസൻറ്റ്, ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ. ഓർമ്മയുണ്ടോ? എൻ്റെ മലയാളം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? കഴിഞ്ഞ നാളുകളെക്കുറിച്ചുള്ള നന്ദി, ഇന്നത്തേക്ക് വേണ്ട വിശ്വാസം, നാളേക്ക് വേണ്ട പ്രത്യാശ. ഓർക്കുന്നുണ്ട്, പല പ്രാവശ്യം നമ്മളത് ഏറ്റുപറഞ്ഞു. ദാറ്റ് വാസ് നെവർ ഇൻ മൈ പ്രിപ്പയർഡ് നോട്ട്സ്. പലപ്പോഴും പ്രിപ്പയർഡ് നോട്ട്സ് എനിക്ക് പ്രസംഗിക്കാൻ പറ്റാറില്ല. ദൈവത്തിൻ്റെ ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് മെനി ടൈംസ് ഓൾ അവർ പ്രോഗ്രാംസ് ആർ അപ്സെറ്റ്. പക്ഷെ ഇത് ശക്തമായി എൻ്റെ ഉള്ളിൽ വന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ ലൈഫ് ഹാസ് ത്രീ components, 3 parts: പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. നമുക്കൊരു ഭൂതകാലമുണ്ട്, ഇപ്പോൾ നമ്മൾ വർത്തമാനത്തിലാണ്. നമുക്കൊരു ഫ്യൂച്ചറുണ്ട്. 24 വരെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഡിസംബർ 31 വരെയുള്ളത് നമ്മുടെ പാസ്റ്റ് ആണെങ്കിൽ, പ്രസൻറ്റ് ന്യൂ ഇയർ ജാനുവരി 1, 2025 ദിസ് ഈസ് പ്രസൻറ്റ്. എന്നാൽ 2-ാം തീയതി മുതൽ അങ്ങോട്ട് നമ്മുടെ ഫ്യൂച്ചർ കിടക്കുക. സോ
പലരും ചോദിക്കും, ബ്രദർ എന്താണ് ഈ സമയത്ത് നമ്മൾ ഈ ഒരു പ്രത്യേക പോയിന്റിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്, എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ് ഒരുങ്ങേണ്ടത്? ദിസ് ഇസ് ദി ആൻസർ. ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദ പാസ്റ്റ്, ഫെയ്ത്ത് ഫോർ ദ പ്രസൻറ്റ് ആൻഡ് ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ. എല്ലാ ഭാഷകളിലും ഈ 3 കാലമുണ്ട്. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് മോഡസ്റ്റസ് കൊറിയാന്ന് പറഞ്ഞൊരു സാറാണ്. ഒരു ആംഗ്ലോ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ടും ഇംഗ്ലീഷ് ഭയങ്കര ഇതായതുകൊണ്ടും അദ്ദേഹം ബോർഡിൽ വന്നൊരു ചാർട്ട് അങ്ങ് വരയ്ക്കും, 3 ആക്കി അങ്ങ് തിരിക്കും. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. പിന്നെ അതിൽ നിന്ന് സിമ്പിൾ പാസ്റ്റ് അത് ഇതെല്ലാം അങ്ങ് പഠിപ്പിക്കും. അത് ഇന്നും നമ്മുടെ തലയിലിരിക്കുക. ഹിന്ദി പഠിച്ചപ്പോൾ നമ്മൾ വ്യാകരണം പഠിച്ചു. അതിൽ ഈ 3 കാലങ്ങളുണ്ട്. മലയാളത്തിലുണ്ട് ഭൂതം, വർത്തമാനം, ഭാവി. ഇതിലാണ് ദ ഹോൾ ജേർണി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞതിലാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ആദ്യമേ നമ്മളൊന്ന് ടച്ച് ചെയ്യാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദ പാസ്റ്റ്. 2024 കുറിച്ച് എന്താണ് നമ്മുടെ അകത്ത്? ഒത്തിരി പലരുടെ അകത്ത് റിഗ്രറ്റ്സ് കാണും, റിമോഴ്സ് കാണും, ചെയ്യാൻ പറ്റില്ലാതെ. ലെറ്റ് ഇറ്റ് ബി ദെയർ. ഇനി അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കഴിഞ്ഞു. പക്ഷേ നമുക്ക് പാസ്റ്റിൽ നിന്നും പിക്ക് ചെയ്ത് ദൈവത്തിന് നന്ദി പറയാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. വിചാരിച്ച സ്വപ്നങ്ങൾ പലതും നിറവേറി കാണില്ല, അതിന് നാളെ ഫ്യൂച്ചർ കിടപ്പുണ്ട്. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ വാട്ട് വി ഡോണ്ട് ഹാവ്, ലെറ്റ്സ് ഫോക്കസ് ഓൺ വാട്ട് വി ഹാവ്, വാട്ട് വി ഡു ഹാവ്. ഉള്ളത് ഇപ്പം എനിക്ക് എല്ലാവരോടും നിങ്ങളോടൊക്കെ ഒന്ന് ചോദിക്കാനുണ്ട്. എന്താണ് 2024 അറ്റ് ലാർജ് നമുക്ക് ബ്ലെസ്സിങ് ടുഡേക്ക് വേണ്ടി, ഇൻഡിവിജ്വലി ഫാമിലിക്ക് വേണ്ടിയൊക്കെ ചെയ്തത്? ആരാണ് ആദ്യം തുടങ്ങുന്നത്? ക്ഷമ സിസ്റ്ററാണോ? നമ്മുടെ ബ്ലെസ്സിങ് ടുഡേക്ക് വേണ്ടി മൊത്തത്തിൽ എന്താണ് കർത്താവ് ചെയ്തത്? ഒന്ന് ഓർത്ത് നന്ദി പറയാൻ. യെസ്, കഴിഞ്ഞ വർഷത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവിൻ്റെ വിശ്വസ്തത വളരെ വലിയതായിരുന്നു. അവൻ വിശ്വസ്തനായിരുന്നു. അത് മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേ സംബന്ധിച്ചിടത്തോളം ചില പ്രധാനപ്പെട്ട നാഴികക്കല്ലുകൾ എന്ന് പറയാകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബ്ലെസ്സിങ് ടുഡേയിൽ സംഭവിച്ച ഒരു വർഷം കൂടിയായിരുന്നു. ചില കാര്യങ്ങളൊക്കെ 2022 2021 2018 ഒക്കെ നടന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ വർഷവും നടന്നത്. ബട്ട് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ അല്ലെങ്കിൽ അതിൻ്റെ ഗ്ലോറിയിൽ ഒക്കെ ഭയങ്കര പ്രകടമായ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ള ചില പ്രത്യേക കാര്യങ്ങൾ ഈ വർഷം നടന്നു എന്ന് പറയുന്നതാണ്. മെയിൻലി എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഹോളി ഓഫ് ഹോളീസ് എന്ന പേരിൽ നടത്തപ്പെട്ട ഒരു വേർഷിപ്പ്. ഈ ഒരു വർഷം നിങ്ങൾ ബ്ലെസ്സിങ് ടുഡേയുടെ പ്രോഗ്രാംസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ സൺഡേ സർവീസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പ്രകടമായൊരു വ്യത്യാസം നിങ്ങൾ കണ്ടത് വർഷിപ്പിലായിരിക്കും. നമ്മളത് കൊറോണയുടെ സമയത്ത് there was a shift in worship. Then അടുത്ത ഒരു ജമ്പ് വന്നത് ഈ ഹോളി ഓഫ് ഹോളീസിന് ശേഷമാണ്. അതെ, അത് ആ ഒരു സമയത്ത് ആ ഒരു വർഷിപ്പിൻ്റെ വ്യത്യാസം, ഈവൻ നമ്മുടെ നൈറ്റ് വിജിലുകളൊക്കെ നടക്കുമ്പോൾ ജനങ്ങൾ ഫ്രീസായിട്ട് 12 മണിക്ക് തീരേണ്ട മീറ്റിംഗ് ഒക്കെ 2:30 ആയിട്ടും 3:30 ആയിട്ടൊന്നും വെളുപ്പിന് ജനങ്ങൾ പോകാതെ ഈ ഒരു ഓൾട്ടറിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ സ്റ്റേജിൻ്റെ മുന്നിൽ ജനങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാര്യം. അവിടെയാണ് എനിക്ക് തോന്നുന്നു പാസ്റ്റർ ഡാമിൻ ആണ് അത് ഹോളി ഓഫ് ഹോളീസ് എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ സംഭവിച്ചത്. പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ദൈവിക നിയോഗം ഉണ്ടായത്, we should have a conglomeration of all the worship teams across the state blessing today. Yes. ഇപ്പോൾ ദിസ് ഈസ് വെരി റെലവൻറ്റ്. ക്ഷമ സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസ് ഹൗ ടു വർഷിപ്പ് ഗോഡ് എന്നുള്ളതാണ്. അതിനിടയിലാണ് ന്യൂ ഇയർ എപ്പിസോഡ് വന്നിരിക്കുന്നത്. ഇന്നലെയും നാളെയൊക്കെ നമ്മളത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ആ ഹോളി ഓഫ് ഹോളീസിലാണ് പെട്ടെന്ന് ചില റെവലേഷൻസ് കർത്താവ് ഓപ്പണാക്കി തന്നു വർഷിപ്പിൻ്റെ റെലമിൽ. ആ ഒരു മാറ്റമാണ് പിന്നെ തെക്കോട്ടും വടക്കോട്ടൊക്കെ ആഞ്ഞടിച്ചത്. എല്ലാ ചെറുപ്പക്കാരായ കുട്ടികളെയും ചുമ്മാ പാടാൻ വേണ്ടിയിട്ടല്ല, വർഷിപ്പ് ചെയ്യാൻ വേണ്ടി, ദൂതന്മാരെ പോലെയുള്ള വർഷിപ്പ് ചെയ്യാൻ വേണ്ടി. അതിനുവേണ്ടി എനിക്കൊന്ന് പാസ്റ്റർ ഡാമിൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സോക്കിംഗ് വർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്കൊക്കെ പലർക്കും പാസ്റ്റർ ഡാമിൻ സജസ്റ്റ് ചെയ്ത് കിട്ടിക്കാണുമായിരിക്കും. യെസ്, അതിനകത്ത് ഒരു വലിയൊരു മാറ്റം വന്നിട്ട് അത് മീറ്റിങ്ങുകളിൽ പ്രകടമാകാൻ തുടങ്ങി. അതിനപ്പുറം അത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ നമ്മൾ പലയിടത്തും വെച്ചു അല്ലേ? ട്രിവാൻഡ്രം തുടങ്ങി ഇങ്ങോട്ടേക്ക് നമ്മുടെ എല്ലാ റീജിയനുകളിലും നമ്മളത് വെച്ചു. സൗത്ത് റീജിയനിൽ കോട്ടയത്തുണ്ടായിരുന്നു, മലബാർ റീജിയനിൽ വെച്ചു.
ഹോളി ഓഫ് ഹോളീസ് എന്നുള്ള പേരിൽ തന്നെ. ഹോളി ഓഫ് ഹോളീസ് എന്ന് പറഞ്ഞ പേരിൽ തന്നെ വെച്ചു. അപ്പം അതിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട മാറ്റം, ഈ വർഷിപ്പിലുണ്ടായ മാറ്റം എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വർഷിപ്പ് ഇവൻ്റ് കഴിഞ്ഞാൽ അതോടുകൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് നോർമലി. പക്ഷേ ഇതങ്ങനെയല്ല. ആ പ്രസൻസ് അവർ ക്യാരി ചെയ്യുകയും അവരുടെ പേഴ്സണൽ റൂമിലും അവരുടെ പേഴ്സണൽ ലൈഫിലും അതുപോലെ വളരെ ആരാധനയൊക്കെ പരിതാപകരമായി കിടന്നിരുന്ന സെൻറ്ററുകളിൽ, ബ്ലെസ്സിങ് സെൻറ്റേഴ്സിൽ പോലും അത് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ആ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണോ ഇവിടുന്ന് ടീം പോകുമ്പോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഹോളി ഓഫ് ഹോളീസിൽ ഇവിടെ കണ്ടോ സെയിം അനോയിൻറ്റിങ് എല്ലായിടത്തും കണ്ടു. അവർ പോകുന്ന സ്ഥലത്തെല്ലാം സെയിം നമ്മളത് കണ്ടു. അതിനകത്ത് വേറൊരു കാര്യം, പല ആളുകളും പാട്ടുകൾ എഴുതാൻ തുടങ്ങി. അതെ, നമ്മുടെ ഒത്തിരി ചർച്ചകളിൽ പ്രത്യേകിച്ച് നമ്മുടെ യൂത്ത്സ്, ആറ്റിങ്ങലിലെ ചില യൂത്ത്സ്, കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ കോട്ടയത്ത് പോയപ്പോൾ ഞാൻ പാസ്റ്ററിൻ്റെ വീഡിയോസ് അയച്ചു കൊടുത്തു. പാസ്റ്റർ ഓരോ ഞായറാഴ്ചയും മെസ്സേജ് പറയുമ്പോൾ ആ സഹോദരി പാട്ട് എഴുതും. അത് ഞാൻ വിചാരിച്ചു സാധാ പാട്ടായിരിക്കും, പക്ഷെ നല്ല ഇമ്പത്തിലും നല്ല രീതിയിലുമാണ് ആ സഹോദരി അത് പാടിയത്. അപ്പൊ അങ്ങനെ ഒത്തിരി ബ്ലെസ്സിങ്ങളുടെ ചർച്ച. യൂത്ത്സ് കുട്ടികൾ, എനിക്ക് തോന്നുന്നു യൂത്ത്സിന്റെ ആ സൺഡേ, അതെ അതെ, അവർ അത് പാടി സൺഡേയിൽ അവര് തന്നെ കമ്പോസ് ചെയ്ത് ഈണം പകർന്ന് പാട്ടുകൾ. വർഷിപ്പിൻ്റെ ഇത് നമ്മളുടെ മെയിൻ കൊയർ വർഷിപ്പ് ലീഡ് ചെയ്യുന്നതും കൂടാതെ ബ്രാഞ്ച് ചർച്ചുകളിലേക്കും അതിൻ്റെ ഒരു തീ പടർന്നിട്ടുണ്ട്. കാരണം ചില ബ്രാഞ്ച് ചർച്ചുകളിൽ അവർ രാവിലെ മുതൽ സന്ധ്യ വരെ വർഷിപ്പ് മാത്രമായിട്ട് ഇരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെങ്ങനെ അത് കൊണ്ടുപോകും, ഇവരിൽ വലിയ പാട്ടുകാരില്ല, കീബോർഡിസ്റ്റുകൾ അവർക്കില്ല, ബോറടിക്കില്ലെന്ന് ഞാൻ ഇവിടെ ചിന്തിച്ചു. പക്ഷെ അവർ പറയുന്നത് അതൊരു വലിയ ഉണർവായിട്ട് മാറി. രാവിലെ തുടങ്ങിയിട്ട് വൈകിട്ട് 6-7 മണി വരെ വർഷിപ്പ് മാത്രം, അതിനിടയിൽ മെസ്സേജ് ഇല്ല, ഒന്നുമില്ല. അവർ സോക്ക് ചെയ്തിരുന്നു എന്നാണ് പല നമ്മുടെ റീജിയനിലും കോട്ടയത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യം. അതിനകത്ത് ആ സോക്കിംഗ് വർഷിപ്പ് എന്നതിൽ മുന്നോട്ട് പോകാനുള്ളൊരു വലിയ പ്രേരണ ബ്രദർ ഡാമിൻ ആൻ്റണിയുടെ കയ്യിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ലഭിച്ചു. അത്രയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ അതിട്ട് കാണാൻ തുടങ്ങി, കേൾക്കാൻ തുടങ്ങി. അത് വെച്ചുകൊണ്ട് എല്ലാവരും, പല ആളുകളും ഉറങ്ങാൻ തുടങ്ങി. ഇന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, 2025 നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇത്തരത്തിൽ പാസ്റ്റർ ഡാമിൻ എനിക്ക് തോന്നുന്നു അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോക്കിംഗ് വർഷിപ്പ് മലയാളത്തിൽ അത് ഇത്തിരി കുറവാണെങ്കിൽ ഇംഗ്ലീഷിൽ ഒത്തിരി സോക്കിംഗ് വർഷിപ്പ് എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ യൂട്യൂബിൽ ഒത്തിരി നമുക്ക് കിട്ടും. ഞാൻ ഇതൊക്കെ ഇതെല്ലാം പറയാൻ കാരണം, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ പവർഫുൾ ഹീലർ. ഒത്തിരി പേര് അവർക്ക് മാനസികാരോഗ്യമില്ലാതെയും ഒക്കെ പോകാൻ കാരണം ഒരു കംപ്ലൈനിങ് സ്പിരിറ്റ് അകത്ത് കിടക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയിൽ എല്ലായിടത്തും കംപ്ലൈനിങ് ആണ് പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ പവർഫുൾ ഹീലർ. ഗ്രംബ്ലിങ് പേവ്സ് ദ വേ ടു ദ ഗ്രേവ്. ഇതാണ് പ്രിൻസിപ്പിൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വചനം പഠിച്ചപ്പോൾ മനസ്സിലായത്, ഇസ്രായേൽ മക്കൾ ഒത്തിരി പെറുപെറുത്തു. അവരുടെ ശവക്കുഴി അവിടെ തന്നെ, ആ മണലാരണ്യത്തിൽ തന്നെ അവരുടെ ശവക്കുഴി തുറക്കേണ്ടി വന്നു. ഗ്രംബ്ലിങ് പേവ്സ് ദ വേ ടു ദ ഗ്രേവ്. ബട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ പവർഫുൾ ഹീലർ. അപ്പം നമ്മുടെ എല്ലാം ജീവിതത്തിൽ അതുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഇതെല്ലാം എണ്ണി പറയുന്നത്. ഇനി എന്തൊക്കെയാണുള്ളത്? കുട്ടികളുടെ മിനിസ്ട്രിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു മിനിസ്ട്രീസാണ് ബ്ലെസ്സിങ് ടുഡേ മിനിസ്ട്രീസ്. നിങ്ങൾക്കറിയാം, അനേക വർഷങ്ങളായിട്ട് നമ്മളതിൽ ഈ ഒരു വർഷത്തെ നമ്മുടെ സമ്മർ സ്പ്ലാഷ്, സാധാരണ ഒരു വെക്കേഷനിൽ കൊടുക്കുന്ന ഒരു ബൈബിൾ സ്കൂളാണത്. സമ്മർ സ്പ്ലാഷ് ഗ്രോ എന്ന പേരിൽ വളരെ മനോഹരമായിട്ട് നടത്തപ്പെട്ടു. എനിക്ക് തോന്നുന്നു അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ടായിരിക്കും. ഈ ഒരു വർഷവും ഞങ്ങളത് തുടരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിന് വേണ്ടിയിട്ട് അയക്കാൻ സാധിക്കും. അതുകൂടാതെ അവരുടെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു വലിയൊരു അവസരം കൂടെ, ടാലൻറ്റ് ഹണ്ട് എന്നുള്ള പേരിൽ എനിക്ക് തോന്നുന്നു ഞാൻ ബ്ലെസ്സിങ്ങിലൂടെ ആയിട്ട് ഇത്ര 24 വർഷമായിട്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ അത് ചെയ്തതിലൂടെ ഒത്തിരി കുഞ്ഞുങ്ങൾ, ഇത്രയും ശക്തമായി പ്രസംഗിക്കുന്നവർ, വെളിപ്പാടുകളുള്ളവർ, പാടാൻ കഴിവുള്ളവർ ഒക്കെ ഉണ്ടെന്ന് ആ വണ്ടർ കിഡ്സിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഇത്രയും ശക്തമായി ഇംഗ്ലീഷിലും മലയാളത്തിലും പിള്ളേർ ഇത്രമാത്രം ക്രിയേറ്റീവ് ആണെന്നും ഇത്ര നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പിള്ളേരുണ്ടെന്നും നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെയാണ്. ഈ ഒരു മിനിസ്ട്രിയുടെ 2024 യാത്ര പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വേർഷിപ്പിൽ മാത്രമല്ല ഈ ഒരു പ്രകടമായൊരു വ്യത്യാസം നമുക്ക് ശുശ്രൂഷയിലുടനീളം കാണാൻ സാധിച്ചത്. വേറൊരു കാര്യം കൂടിയുണ്ട്, ഫയർ അനോയിൻറ്റിങ്. സോ അതിനകത്തായിരുന്നു എനിക്ക് തോന്നുന്നു പാസ്റ്റർ ഡാമിയൻ പറഞ്ഞൊരു വേർഡാണ് ക്യാച്ച് ദ ഫയർ. തീ കൊണ്ട് രാജ്യങ്ങളെ കത്തിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യം, ആ ക്യാച്ച് ദ ഫയർ എന്ന് പറയുന്ന
ആ വേർഡ് ഒരു സൺഡേ അദ്ദേഹം സംസാരിച്ചതിന് ശേഷം പിന്നീട് അതൊരു മീറ്റിങ്ങിന്റെ രൂപത്തിലോട്ട് അല്ലെ രൂപപ്പെടുകയായിരുന്നു. കാരണം ഒരു ഫയർ ഇമ്പാർട്ടേഷൻ കോൺഫറൻസ് എന്ന് വേണമെങ്കിൽ പറയാം അതിന്. അങ്ങനെ ഒരു, അല്ലെങ്കിൽ ഫയർ റിലീസിങ് കോൺഫറൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീയെ പകരുന്ന കോൺഫറൻസുകൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും. തുടങ്ങിയത് UK-ലാണ്. ആദ്യത്തെ ക്യാച്ച് ദ ഫയർ ക്യാമ്പ്. ആദ്യം പാസ്റ്റർ വേറൊരു പേരാണ് നമ്മൾ UK മീറ്റിംഗിന് ഇട്ടിരുന്നത്. പോസ്റ്റർ ഇറക്കി അപ്പോഴാണ് പരിശുദ്ധാത്മാവ് ശക്തമായി, അതായത് UK സ്പ്രിംഗ് റിട്രീറ്റ് എന്നായിരുന്നു അന്ന് പേരിട്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ആണ് ഈ ഒരു സൺഡേ ആണ് ഈ ക്യാച്ച് ദ ഫയർ എന്ന് പറയുന്ന ആ ഒരു ടേം ആക്ച്വലി പുറത്തു വരുന്നല്ലേ. അതേ തുടർന്ന് നമുക്ക് അതെ, ഈ UK-യിൽ നടന്ന ഈ ഒരു കാര്യത്തിൽ 1-2 കാര്യം കൂടെ ഞാനൊന്ന് പറയുകയാണ്. സാധാരണ UK എന്ന് പറയുമ്പോൾ പൊതുവേ ഇച്ചിരി തണുപ്പ് പോലെയാണ്, രാജ്യത്തിൻ്റെ തണുപ്പ് പോലെ തന്നെയാണ്. അതിന് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ ഈവൻ പാഷനും അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും. നമുക്കൊരു കുറച്ചൊരു തണുത്തൊരു, ഞാൻ ഉദ്ദേശിക്കുന്നത് സ്പിരിച്വലി കുറച്ചൊരു തണുപ്പ് ബാധിച്ചിരിക്കുന്ന പോലെയാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ക്യാമ്പിൽ വന്നു ചേർന്ന ഓരോ വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പകരുന്നതും, ജീവിതത്തിൽ ഒരിക്കൽ പോലും കരഞ്ഞിട്ടില്ലാത്തവർ ആത്മാവിൽ വീണ് കിടന്ന് കരയുന്നതും, അവർ മിനിസ്ട്രിക്ക് വേണ്ടി വീണ്ടും എന്താ പറയുക, റീഡെഡിക്കേറ്റ് എന്നുള്ളൊരു വാക്ക് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, റീഡെഡിക്കേറ്റ് ചെയ്യുന്നതും ഒക്കെ കാണാനായിട്ട്, അത് പിന്നത്തേതിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ UK-യിൽ ആകമാനം ആ ഒരു വലിയൊരു തീയുടെ പകർച്ച കൊണ്ടുവരത്തക്ക വിധത്തിൽ ആ ഒരു ക്യാമ്പ് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് കേരളത്തിലേക്ക് നമ്മൾ ആ ഒരു മീറ്റിംഗ് നമ്മൾ സ്പ്രെഡ് ചെയ്തത്. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്നാണ് അതിനുശേഷം കേരളത്തിലെ ഫസ്റ്റ് മീറ്റിംഗ് നമ്മൾ ആരംഭിച്ചത്. അത് ലിറ്ററലി ആ ഒരു ഫയർ അനോയിന്റിങ് ഇറങ്ങുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു എന്ന് മാത്രമല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വർഷിപ്പിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ആളുകൾ കണ്ടിന്യൂ ചെയ്ത പോലെ സെയിം എക്സ്പീരിയൻസ് ആളുകൾക്ക് ആ മീറ്റിങ്ങിൽ ഉണ്ടായത് കൂടാതെ അവരത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ടിടെ. അന്ന് വന്ന പലരും ലിറ്ററലി ആ തീ കിടന്ന് അവർ ഇങ്ങനെ തീയിൽ കിടക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ആക്ച്വലി ഉണ്ടായി. അതിനുശേഷം ഈ അന്ന് മനസ്സിലായത് വളരെ ഈ മിനിസ്ട്രിയിലൊക്കെ ഒത്തിരി ഇൻവോൾവ് അല്ലാതെ, അല്ലെങ്കിൽ സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ ഒത്തിരി ഇൻവോൾവ് അല്ലാത്ത പലരും ആ ഒരു മീറ്റിങ്ങിന് ശേഷം ഭയങ്കര പാഷനേറ്റായിട്ട് കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും കൂട്ടായ്മയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയും അവരുടെ പേഴ്സണൽ ലൈഫ് അങ്ങനെ ഒരു ടെസ്റ്റിമണി ആയിട്ട് മാറുകയും ചെയ്തു. സെയിം മീറ്റിംഗ് തന്നെ ചില മാസങ്ങൾക്ക് ശേഷം നമുക്ക് മലബാറിൽ, കോഴിക്കോട് ടൗണിലാണ് നടന്നത്. ഷമൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊതുവേ നമ്മൾ മലബാർ മേഖലയിൽ വലിയ ആത്മീയ ചലനങ്ങൾ, പക്ഷേ കർത്താവ് ബ്ലെസ്സിങ്ങിലൂടെ വിളിച്ചിരിക്കുന്നത് അത് പൊട്ടിക്കുവാൻ വേണ്ടിയാണല്ലോ. ദേവദാസൻ ഒരു പ്രോഫറ്റിക് ആക്ട് അവിടെ ചെയ്ത്, പ്രവചനക്രിയ ചെയ്തത് ഒരു ലോക്ക് അൺലോക്ക് ചെയ്ത് താക്കോലിട്ട് തുറക്കുന്ന രീതിയിൽ മലബാർ ദേശത്തെ യേശുവിനെ തുറക്കുക. അതിനുശേഷം അത് UK-യിലും ചെയ്തു, അൺലോക്ക് UK. സോ ഇതിലെല്ലാം ആ ഫയറിന്റെ ഒരു മൂവ് ആയിരുന്നു, മാസങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരുന്നു. ക്യാച്ച് ദ ഫയർ. കാരണം ആ ഒരു തീ കത്തിപ്പടരുന്നത് നമ്മൾ ബ്ലെസ്സിങ് ടുഡേയിൽ മാത്രമല്ലായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ആകമാനം പലയിടത്തും അത് കത്തിപ്പടരുന്ന കണ്ടു. ഈവൻ ബാംഗ്ലൂർ സിറ്റിയിൽ നടന്ന ആ ഒരു വലിയൊരു ഉണർവിന്റെ സമയത്തും നമ്മൾ ആ തീ കത്തുന്നത്, ഈവൻ പാസ്റ്റ് ഡാമിൻ മിനിസ്ട്രി ചെയ്യാൻ നിൽക്കുന്ന സമയത്തും ആ തീ കത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. കാരണം അതൊരു ക്യാച്ച് ദ ഫയർ എന്ന് പറയുന്ന ആ ഒരു മിനിസ്ട്രിയുടെ ഇമ്പാർട്ടേഷൻ നടക്കുന്ന ഒരു സീസൺ ആയിരുന്നു സത്യത്തിൽ. അടുത്ത് നമ്മുടെ ഒരു വലിയ മീറ്റിംഗ് എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും ഭയങ്കര സന്തോഷമുള്ളൊരു മീറ്റിംഗ്, ഏറ്റവും ഭയങ്കര എൻജോയ് ചെയ്തൊരു മീറ്റിംഗ്, അല്ലെങ്കിൽ ഒത്തിരി ഭയങ്കരമായിട്ട് ചിരിച്ച, ഏറ്റവും കൂടുതൽ ആളുകൾ ചിരിച്ച് മറിഞ്ഞ ഒരു മീറ്റിംഗ്. ചിരിയിലൂടെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടെന്നും ഡെലിവറൻസ് ഉണ്ടെന്ന് മനസ്സിലായത് അതായിരുന്നു ഹാപ്പി ഹോംസ്. യെസ്, പറയൂ. അപ്പൊ അതില് ഈ സാധാരണ നമുക്ക് പല വർഷങ്ങളിലും ഗസ്റ്റുകളും ഒക്കെ കാര്യങ്ങൾ കാണും, പക്ഷെ ഇത്തവണ പാസ്റ്ററും ഷമാൻഡിയും തന്നെയാണ് മെയിൻ സെഷനുകളെല്ലാം ഹാൻഡിൽ ചെയ്തത്. പക്ഷെ അതൊരു ഭയങ്കര ഒരു വാസ്തവത്തിലൊരു ബ്രേക്ക് ത്രൂ ഇതായിരുന്നു. കാരണം ആ ചിരിച്ചെങ്കിലും, ഒത്തിരി ചിരിച്ചു എന്ന് പറഞ്ഞാലും കുറേ ലൈഫ് പ്രിൻസിപ്പിൾസ്, ലൈഫിൽ വരുത്തേണ്ട ഒത്തിരി മാറ്റങ്ങൾ, കാര്യങ്ങൾ അതുപോലെ തന്നെ കർത്താവ് അത് കൊണ്ടുവരികയും ഒത്തിരി ഫാമിലിയിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയും ചെയ്തു.
ചില അകന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു നമുക്ക് പേഴ്സണലി അറിയാവുന്ന ചില ഫാമിലീസ് അവർ റെസ്റ്റോർഡ് ആകുകയും വളരെ ഹാപ്പി ആയിട്ട് അവരുടെ സന്തോഷം മുന്നിലേക്ക് ഹാപ്പി ഹോം പോലെ അവരുടെ ഭവനം മാറുകയും ചെയ്യും. പിന്നെ പാസ്റ്റർ ഷമാനി പല കാര്യങ്ങൾ ക്വസ്റ്റ്യൻ്റെ സമയത്ത് നമ്മളൊരു ചോദ്യോത്തര വേളയുണ്ടായിരുന്നു. അതിൽ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ ഈ ഒത്തിരി ജനങ്ങൾക്ക് പല ആളുകളും ഇവിടെ വന്നപ്പോൾ അവരുടെ ജീവിതത്തിലാണ് പ്രശ്നങ്ങൾ അങ്ങനെ മാത്രം ചിന്തിച്ച ആളുകളുണ്ട്. പക്ഷേ കോമൺലി ജനറലി എല്ലാവരും ഫാമിലി ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ ഓരോ വർഷവും കഴിയുന്തോറും അതിൻ്റെ മാധുര്യം കൂടിക്കൂടി വരികയാണ്, അതിനെ നമ്മൾ ജയിച്ചു വരികയാണ് എന്നുള്ളൊരു കാര്യം അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റി. അത് വലിയൊരു ആശ്വാസമായിരുന്നു, പ്രത്യേകിച്ച് പാസ്റ്ററിൻ്റെ എല്ലാം അനേക അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ. അതുപോലെ നമ്മുടെ ഈ ഇംഗ്ലീഷ് ചർച്ചിലുള്ളവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് അത് നമ്മൾ ആദ്യമായിട്ടാണ് തോന്നുന്നു ഈ വർഷം ചെയ്തത് അല്ലേ, ഫോർ എവർ വൺ എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട 2 days അതെടുത്ത് ഈവനിങ്സ് മുതൽ ലേറ്റ് നൈറ്റ് വരെ നമ്മൾ 2 ദിവസത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്യാമ്പ് തന്നെയായിരുന്നു അത്. അതെ, അത് കുടുംബങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ദമ്പതികൾക്ക് വേണ്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നടത്തിയ മീറ്റിംഗ് ആയിരുന്നു അത്. അതുകൂടാതെ നടന്ന ഈ ക്യാച്ച് ദ ഫയർ UK കഴിഞ്ഞപ്പം അവിടെ വെച്ചിട്ട് തന്നെ അന്ന് ആ ഫയർ അനോയിൻറ്റിങ് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന പാസ്റ്ററെ അടുത്തൊരു മീറ്റിംഗ് നടത്തണം. ഞങ്ങളെല്ലാവരും കൂടി ഒരു മീറ്റിംഗ് നടത്താൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്തു. പക്ഷെ പരിശുദ്ധാത്മാവ് ആ സമയത്ത് ഒന്ന് വിലക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരു മീറ്റിംഗ് അല്ല വേണ്ടത്, UK ഈ ഭാഗം മുതൽ അറ്റം വരെയുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് UK വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു UK പ്രെയർ റാലി ചെയ്യുക എന്ന് പറയുന്ന ഒരു ദൗത്യമാണെന്ന് പാസ്റ്റർ ഡാമിനെ ദൈവം ഏൽപ്പിച്ചത്. അതിനെ തുടർന്ന് ഞാനും പാസ്റ്റർ ഡാമിനും നെഹമായും ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിച്ചു അങ്ങോട്ട്. ഞങ്ങളുടെ കൂടെ ഒരു ടീം അവിടെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ബ്രൈറ്റനിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തു, അങ്ങ് മുകളറ്റം വരെ ഗ്ലാസ്ഗോ ഭാഗങ്ങളിലേക്ക് സ്കോട്ട്ലൻഡ് വരെ. പക്ഷേ ഓരോ സ്ഥലങ്ങളിലും പല പല ആളുകൾ ഓരോ സ്ഥലങ്ങളിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയും ദാറ്റ് വാസ് അമേസിങ് ദ വേ ദ ഹോളി സ്പിരിറ്റ് കോർഡിനേറ്റഡ് ഇറ്റ്. പക്ഷെ അതിന് ശേഷം പല സ്ഥലങ്ങളിൽ റിവൈവൽ ബ്രേക്ക് ഔട്ട് ചെയ്തതായിട്ട് മീഡിയയിൽ വന്നു. മീഡിയയിലാണ് വന്നത്, നമുക്ക് വെറുതെ കിട്ടുന്ന റിപ്പോർട്ടല്ല. എനിക്ക് തോന്നുന്നത് CBN പോലെയുള്ള ചാനലുകളിലും അവിടെ ഇവിടെയൊക്കെ അത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ദൈവം നമ്മളുടെ പ്ലാനല്ല, ദൈവം തിരിച്ചു വിട്ടു. നമ്മൾ ചുമ്മാ ഹീലിംഗ് ക്രൂസ് നടത്തിയില്ല, വലിയ മെഗാ മീറ്റിംഗ് നടത്തിയില്ല. പക്ഷേ റോഡുകളിലൂടെ പ്രാർത്ഥിച്ച് സഭകളിൽ കയറി പ്രാർത്ഥിച്ചു പോയപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾ അവിടുത്തെ റോഡുകളുടെ വഴിവക്കിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. പല പ്രധാനപ്പെട്ട കെട്ടിടങ്ങളുടെ മുന്നിൽ, പാർലമെൻറ്റ് പോലുള്ള പ്രധാനപ്പെട്ട കൊട്ടാരങ്ങൾ തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട കെട്ടിടങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. പല ജംഗ്ഷനുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പോകുന്ന അതൊരു റൈഡായിരുന്നു. എനിക്ക് തോന്നുന്നു സ്കോട്ട്ലൻഡിൽ വരെ നമ്മൾ എത്തിച്ചേർന്നു അല്ലേ, പിന്നെ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടും. അങ്ങനെ അതിശക്തമായിട്ടുള്ള പ്രാർത്ഥന പല സിറ്റികളിലൂടെ കയറി ഇറങ്ങിക്കൊണ്ട്, കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, ബർമിംഗ്ഹാം, ഷെഫീൽഡ് തുടങ്ങി ഇങ്ങനെ എല്ലായിടത്തും. അതിനകത്ത് ബർമിംഗ്ഹാമിൽ വെച്ച് നടന്ന ഒരു മീറ്റിംഗ്, അതിശക്തമായിട്ടുള്ള ഒത്തിരി പേര് അവിടെ കടന്നു വന്നു. ബ്ലെസ്സിങ് ടുഡേയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ആളുകളും അവിടെ വന്നു. അതിശക്തമായിട്ടുള്ള ഒരു അഭിഷേകം അവിടെ. ഒരു ആഫ്രിക്കൻ ലേഡി, എനിക്ക് തോന്നുന്നു എന്തായിട്ട് വന്ന ക്രച്ചസോ വടിയൊക്കെ ഇട്ട് വന്നൊരു ആഫ്രിക്കൻ ലേഡി, ദൈവശക്തി പെട്ടെന്ന് അവരുടെ മേൽ ഇറങ്ങി അവരാ വടിയും കളഞ്ഞ് ഭയങ്കരം ഒരു ഹീലിംഗ്. നമ്മൾ ഉണർന്നു വേണ്ടി പ്രാർത്ഥിക്കാനാ പോയത്, പക്ഷേ ഇതിനിടയിൽ മിറക്കിൾസ് നടക്കുന്നത് കാണാൻ കർത്താവ് സഹായിച്ചു. ഈ ക്യാച്ച് ദ ഫയർ എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ്, ആ ഫയർ അനോയിൻറ്റിങ് വരുന്ന സമയത്ത് ഒരു സൺഡേ പാസ്റ്റർ ഡാമിൻ ഇങ്ങനെ അനൗൺസ് ചെയ്തു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ബ്ലെസ്സിങ് ടുഡേയിലെ സൺഡേ സ്കൂൾ കുട്ടികൾ ആത്മാവിൽ പ്രസംഗിക്കാൻ പോവുകയാണ്, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അത് വ്യക്തമായി നമ്മൾ കണ്ടത് ശരിക്കും ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ഡേയിലായിരുന്നു. ഓഗസ്റ്റ് 15 നടന്ന ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ഡേയിൽ എനിക്കൊന്ന് അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പിങ്സ്, കാരണം കുട്ടികൾ ഇങ്ങനെ അനോയിൻറ്റിങ്ങിൽ പ്രാർത്ഥിക്കുമോ എന്ന് തോന്നുന്ന ഒരു സംശയം നിങ്ങൾക്കുണ്ടാവും. അതിൻ്റെ ഒരു സ്മോൾ ക്ലിപ്പിങ്സ് നമുക്കൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. Release
a divine protection over our kids, Lord. യേശുവേ അവരെവിടെ പോയാലും, സ്കൂളിൽ പോയാലും, വീട്ടിന് പുറത്ത് എവിടെ പോയാലും, Lord, a divine protection over our kids, Lord. We declare that global leaders and policy makers will rise, Lord Jesus. And they will give more importance to the welfare of children, Lord Jesus. These are the coming generations that are supposed to rise in Jesus' name. I prophesy that this kingdom will gain the precious germs in our kingdom in Jesus' name. I praise you, Lord. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവർക്ക് അധികാരം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ രാജ്യം വരട്ടെ. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ നിന്നെ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മണിക്കൂറുകൾ പ്രാർത്ഥനയിലായിരിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, കുട്ടികളിൽ നിന്ന് ഒരു വലിയൊരു റിവൈവൽ തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ചരിത്രം കണ്ട നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ല ഇനി ചരിത്രം കാണാൻ പോകുന്നത്. കുട്ടികൾ രാജ്യങ്ങളെ റിവൈവലിൽ കത്തിക്കുന്ന കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. ഇനി ഒരു കുട്ടിയും അഡിക്ഷൻസിലായിരിക്കില്ല, റിവൈവലിന്റെ പുറകിലായിരിക്കും. ആമേൻ. യെസ്, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള രീതിയിലാണ് കുഞ്ഞുങ്ങൾ അന്ന് പ്രാർത്ഥിച്ചത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു എല്ലാ ആളുകളും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അതിനകത്ത് അന്നത്തെ ഡേയിൽ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിശക്തമായിട്ടുള്ളൊരു പ്രാർത്ഥനയായിരുന്നു ഓഗസ്റ്റ് മാസം, കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി നടന്നത്. പക്ഷേ പരിശുദ്ധാത്മ പറഞ്ഞു ഇതുകൊണ്ട് തീരുന്നില്ല. ഓഗസ്റ്റ് മാസത്തിൽ ഒരു വലിയ വിടുതൽ അല്ലേ നടക്കുകയാണ്. അതിൻ്റെ ജൂലൈ മുതൽ തുടങ്ങിയിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പ്രവാചക ശബ്ദത്തിലൂടെ പറഞ്ഞിരുന്നു. പക്ഷെ ഓഗസ്റ്റ് മാസത്തിൽ ഇനിയും നമ്മുടെ മിനിസ്ട്രീസിനകത്ത് ഒരു വലിയ ഉണർവിൻ്റെ കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് ഒരു അപ്പസ്റ്റോളിക് പ്രോഫറ്റിക് കോൺഫറൻസ് വന്നപ്പോഴായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നടന്നത്. ഒത്തിരി സ്ഥലങ്ങൾ, പുറം രാജ്യങ്ങളിൽ നിന്ന് വരെയുള്ള ദൈവദാസന്മാർ അതിൽ പങ്കെടുക്കുകയും നേരത്തെ തന്നെ പരിശുദ്ധാത്മ പറഞ്ഞിരുന്നു, മാനുഷികമായി ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും. ആ ഒന്നാമത്തെ സെഷനിൽ തന്നെ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. ഭയങ്കരമായൊരു, അതിനെ നമ്മൾ വിളിച്ചത് ഓപ്പൺ ഹെവൻ ആണ്. ആ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ആവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഫ്രേസ് അതായിരുന്നു, ഓപ്പൺ ഹെവൻ. ശരിക്കങ്ങ് സ്വർഗം തുറന്നു. അതിലാണ് നമ്മൾ ഗ്ലോബൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയും ദേവദാസന്മാരെല്ലാവരും കൂടി ചേർന്ന് ഗ്ലോബിന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഒരു വ്യക്തി കണ്ടത് പാസ്റ്റർ ടൈമിനോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു. അപ്പോഴാണ് അകത്തുനിന്ന് ഗ്ലോബ് എടുത്തുകൊണ്ട് വന്ന് ഈ ഗ്ലോബിന്റെ മേൽ കർത്താവിന്റെ കൈക്ക് പകരമായിട്ട് പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇതിനെ അവകാശമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് പ്രാർത്ഥിക്കുക മാത്രം. അതിന് ശേഷം ഉണ്ടായ റിസൾട്ട്, അതിൽ പങ്കെടുത്ത ഈ APC അപ്പസ്റ്റോളിക് ആൻഡ് പ്രോഫറ്റിക് കോൺഫറൻസിൽ പങ്കെടുത്ത പലർക്ക് വേണ്ടി പല രാജ്യങ്ങൾ അങ്ങ് തുറക്കപ്പെട്ടു. അതൊരു ഭയങ്കര ബ്രേക്ക് ത്രൂ ആയിരുന്നു. അപ്പോൾ രാജ്യങ്ങളിലേക്ക് ദൈവം ഇവിടെ നിന്ന് തന്നെ അതിൽ പങ്കെടുത്തവരെ തന്നെ എക്വിപ്പ് ചെയ്ത് അയക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു APC എന്ന് പറയുന്നത്. അതോടെ എനിക്ക് തോന്നുന്നു ബ്ലെസ്സിങ് ടുഡേയുടെ മേലും സഭകളുടെ മേലുമുള്ള അന്തരീക്ഷം അങ്ങ് മാറി. ഒരു ഓപ്പൺ ഹെവൻ അങ്ങ് ഭയങ്കരമാകാൻ തുടങ്ങി. മാത്രമല്ല ഒത്തിരി കുഞ്ഞുങ്ങൾ വരെ ഏഞ്ചലിക് ബീങ്സിനെ കാണാൻ തുടങ്ങി. ഇവിടെ അകത്ത് പുറത്ത് പല സാറ്റലൈറ്റ് ബ്ലെസ്സിങ് ടുഡേ ചർച്ചിലുള്ളവരെ വീടുകളിലിരുന്നൊക്കെ വ്യക്തമായ ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻസും എല്ലാം കാണാൻ തുടങ്ങി. ആ സമയത്ത് ഒരു പ്രോഫറ്റ് ഈ വഴിക്ക് പോകുന്ന ഒരു പ്രോഫറ്റ് ചുമ്മാ കാപ്പിടിക്കാൻ ഇവിടെ കയറിയത്, അദ്ദേഹം ഇതിൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര ഒരു കെരൂബ് നിൽക്കുന്നതും ജനങ്ങളുടെ ഇടയിലേക്ക് തീ വാരി എറിയുന്നതും എല്ലാം കണ്ടു. അങ്ങനെ ആ ഒരു സീസണിൽ ഓപ്പൺ ഹെവൻ്റെ സീസൺ അങ്ങ് തുറക്കപ്പെട്ടു. ശരിക്കും 2024 എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായി അറിയാം, പരിശുദ്ധാത്മാവ് നടത്തിയ സീസണുകൾ നമുക്കറിയാം. ഓരോ സമയത്തും ഒരു പ്രത്യേക ഒരു ഫോക്കസ് കർത്താവ് തരും. അതിൽ കയറി നമ്മൾ പിടിക്കും, പ്രാർത്ഥിക്കും. ആ സീസൺ അങ്ങ് പോയിട്ട് ആ സീസൺ ചെറിയൊരു ട്രാൻസിഷനിലൂടെ അടുത്തൊരു സീസണിലേക്ക് അങ്ങ് മാറും. അങ്ങനെയാണ് APC നടന്നത്. പാസ്റ്റർ, ഓപ്പൺ ഹെവൻ ഓഗസ്റ്റ് മാസത്തിൽ ആദ്യം ഒരു ഫ്രൈഡേ സർവീസിലാണ് പറഞ്ഞത് എൻ്റെ ഓർമ്മ. അതെ.
അപ്പോൾ തന്നെ ഷൈജു ബ്രദർ അന്ന് തന്നെ ഓപ്പൺ ഹെവന്റെ ചില പ്രഖ്യാപനങ്ങൾ Correct. താൻ മലബാർ രൂപത്തിലാക്കി ഗ്രൂപ്പുകളിലേക്ക് അയച്ചു. മലബാർ റീജിയനിൽ അവിടെ പ്രെയർ സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന പ്രെയറുകളാണ്, പക്ഷെ ഓപ്പൺ ഹെവൻ എന്നുള്ള പേരിൽ നല്ല രീതിയിൽ അത് അവർ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകൾ ആ സൂമിലൂടെ കയറുകയും അവിടെ അനേക വിടുതലുകൾ, എന്താ പറയുക, മാലപ്പടക്കത്തിന് ഇത് തുടങ്ങുന്നത് പോലെയായിരുന്നു. സാക്ഷ്യങ്ങൾ കൊണ്ട് ആളുകൾക്ക് സാക്ഷ്യം പറയാൻ സമയം കൊടുക്കുന്നില്ല എന്നായിരുന്നു പരാതി. അതിനുശേഷം ഞങ്ങൾ സെൻട്രൽ റീജിയനിൽ ഞങ്ങൾ ഓപ്പൺ ഹെവൻ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഷൈജു ബ്രദർ അന്ന് ഇവിടെ ഒരു പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്, മരിച്ചവർ വരെ ഉയർത്തെഴുന്നേൽക്കുന്ന ചില സാക്ഷ്യങ്ങൾ അവിടെ വെളിപ്പെട്ടു. ഫിനാൻഷ്യൽ മിറക്കിൾസ് ഒത്തിരി നടന്നു. അതിലൊരു സാക്ഷ്യം ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുന്ന വഴിയിൽ ഈ സൂം മീറ്റിങ്ങിൽ ആ വ്യക്തി കയറിയിട്ടുണ്ടായിരുന്നു. ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നാൽ അവിടെ എത്തിയപ്പോൾ രക്ഷയൊന്നുമില്ല. അവരുടെ റിലേറ്റീവ് ആംബുലൻസിലുണ്ടായിരുന്നു. എന്നാൽ ഹോസ്പിറ്റലുകാർ പറഞ്ഞത് ഈ വ്യക്തി ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ക്ലിനിക്കിൽ ഡെഡാണെന്ന് ഡിക്ലെയർ ചെയ്തില്ല, പക്ഷേ ഒന്നും നോ ഹോപ്പ്. പക്ഷേ ഇവിടെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷൈജു ബ്രദർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ഈ ഓപ്പൺ ഹെവൻ്റെ സീസണിൽ അസാധ്യമായ കാര്യങ്ങൾ നടക്കും. പക്ഷേ ഈ പ്രാർത്ഥന വിഷയം അവർ പ്രാർത്ഥിച്ചു. തുടർന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്, പെട്ടെന്ന് അദ്ദേഹത്തിന് ശ്വാസം കിട്ടുകയും ഹാർട്ട് ബീറ്റ് വരികയും അങ്ങനെ ഒരു ഉണർവ് നടന്നു. അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, 1-2 ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പറവൂർ ചർച്ചിൽ അതുപോലെ തന്നെ പാസ്റ്റർ തലേ സൺഡേയിൽ ഭയങ്കരമായ അഭിഷേകമായിരുന്നു. നമുക്ക് 2:30-3 മണിവരെയൊക്കെ നമ്മുടെ സർവീസ് നീണ്ടുപോയി. അപ്പോൾ ഈ വ്യക്തി അവിടെ നമുക്ക് ചില ബ്ലെസ്സിങ്ങളുടെ ചർച്ചകളിൽ സമയത്തിന് പരിധികളുണ്ട്. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് ഈ ലൈവ് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര അഭിഷേകം അദ്ദേഹം പിടിച്ചെടുത്തു. അദ്ദേഹം ഒരു ഓട്ടോ ഓടിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ഇതുപോലെ തന്നെ ഒരാൾ റോഡിൽ കൈ കാണിച്ച് ഓടി വരണ്ടേ, സഹായിക്കണേ, അറ്റാക്ക് വന്നിട്ട് തൻ്റെ വീട്ടിലൊരാൾ കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ അനക്കുമില്ല. അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിലേക്ക് നോക്കുമ്പോൾ ഒന്നും അനങ്ങുന്നില്ല. കണ്ണു തുറന്ന് നോക്കുന്നു, പീലികൾ തുറന്ന് നോക്കുന്നു, മറിഞ്ഞു കിടക്കുകയാണ്. അദ്ദേഹം, കർത്താവ്, എൻ്റെ കയ്യിൽ കിടന്നായിപ്പോയല്ലോ മരണം, എനിക്കെന്തെങ്കിലും ലീഗൽ പ്രശ്നങ്ങൾ വരുമോ എന്ന് അദ്ദേഹം പേടിച്ചു ആദ്യം. കാരണം അറിയാൻ പാടില്ലാത്തൊരു വീട്ടിൽ ചെന്ന് നിൽക്കുവാണ് ഇദ്ദേഹം. വേറെ ആരെങ്കിലും കയറി വന്നാൽ ഇദ്ദേഹം കൊന്നതാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് പാസ്റ്റർ പറഞ്ഞ ഒരു പ്രോഫസിയും സൺഡിൽ ഇറങ്ങിയ അഭിഷേകത്തിൻ്റെ പവറിൽ നെഞ്ചത്തോട്ട് കൈവച്ചു. അദ്ദേഹം പറഞ്ഞ, നെഞ്ചത്തേക്ക് യേശുവിൻ്റെ നാമത്തിൽ കൈവെക്കലും ആ നെഞ്ചിലിരിക്കുന്ന കൈ ഇങ്ങനെ കുഴിഞ്ഞുള്ളിലേക്ക് ചെല്ലുന്ന ഹൃദയത്തെ തൊടുന്നൊരു അനുഭവം എനിക്കുണ്ടായി. എനിക്ക് നല്ലൊരു പവർ കിട്ടി. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞു. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ചുമക്കാൻ തുടങ്ങി. അദ്ദേഹം ലൈഫിലേക്ക് തിരിച്ചു വന്നു. എനിക്കൊന്ന് അത് ഇപ്പോഴും നടന്നുകൊണ്ട് ഈ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചത്, തൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു ഓട്ടോറിക്ഷ ആക്സിഡൻറ്റ്, ഹ്യൂജ് കൊളിഷൻ. അതിലൊരാൾ അവിടെ തന്നെ വീണ് കിടന്ന് മരിച്ചുപോയി. എല്ലാവരും വന്ന്, ശ്വാസമില്ല, നാടി ഒന്നും ഇടിക്കുന്നില്ല, പൾസ് പോയി, എല്ലാം കഴിഞ്ഞിട്ട് ആൾ പോയി. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യനെ പെട്ടെന്ന് ഓടിച്ചെന്ന് ഉറക്കെ വഴിയരിയിലാണ്. വിശ്വാസികളൊന്നും എടുത്തില്ല, പക്ഷെ ഉറക്കെ ഹല്ലേലൂയ സ്തോത്രവും പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ ആളുടെ ജീവൻ തിരിച്ചു. ഇങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ നമുക്ക് ചെറുതായിട്ട് തോന്നും, പക്ഷെ ഒരാളുടെ ജീവൻ. അതെ. ഒത്തിരി ഫിനാൻഷ്യൽ മിറക്കിളുകൾ, നമുക്ക് ചില മിറക്കിളുകൾ കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷേ. അതുപോലെ ഈവൻ സാധാരണ ആളുകൾക്ക് പോലും അസാധാരണമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അത്രയും വലിയ 1 കോടിയുടെയൊന്നും വാങ്ങിക്കുവാൻ സാധ്യമല്ല, അവർക്ക് ചിന്തിച്ചിട്ടില്ല അവർ. പക്ഷെ അതൊക്കെയാണ് ഈ ദൈവത്തിൻ്റെ പ്രസാദത്താൽ ഈ ഓപ്പൺ ഹെവൻ്റെ സീസണിൽ വീട് ജപ്റ്റ് മാറിപ്പോകുന്നു, പുതിയ വീട് വരുന്നു, അങ്ങനെ അനേക അത്ഭുതങ്ങൾ. നമുക്ക് അതിനുള്ള എല്ലാം പറയാനുള്ള സമയമില്ല. നേഷൻസ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ആ സമയത്താണ് പാസ്റ്റർ ഡാമിന് ഒരു സൺഡേ പറഞ്ഞൊരു കാര്യമായിരുന്നു, വി ഹാവ് ലോക്കൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത്. നമുക്കൊരു ഗ്ലോബൽ കമ്മിറ്റ്മെൻറ്റും ഒരു ലോക്കൽ കമ്മിറ്റ്മെൻറ്റും ഉണ്ടെന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടായിരിക്കും അത്? യെസ്. അതിനകത്ത് ആ ഒരു ഗ്ലോബൽ കമ്മിറ്റ്മെൻറ്റിൽ വളരെ ശക്തമായിട്ട് പ്രകടമായിട്ട് സ്റ്റെപ്പുകൾ എടുത്തു വെച്ച, സധൈര്യം സ്റ്റെപ്പുകൾ എടുത്തു വെച്ചൊരു വർഷമായിരുന്നു 2024. ഞാൻ ഓർക്കുന്നു, നമ്മൾ രണ്ടുപേരും കൂടി അമേരിക്കയിൽ പോയപ്പം ഇത് പോകുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ പാസിന് ഉള്ളിലൊരിത് കിട്ടുന്നുണ്ടായിരുന്നു, ദൈവം ഈ പ്രാവശ്യം എന്നെ അമേരിക്കയിലേക്ക് അയക്കുന്നത് അവിടെയുള്ള ചില മാറ്റങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എനിക്കൊന്ന് ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ബാക്ക് ടു ബേസിക്സ് എന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ബാക്ക് ടു ബേസിക്സ്, 3 വാക്കുകൾ. അതിൽ നീരാളിപ്പിടുത്തം പോലെ നമ്മൾ കയറി പിടിച്ചു. അപ്പം ഞാൻ ഇവിടെ നിന്നേ മെസ്സേജ് അയച്ചു, ഫ്ലോറിഡയിൽ എത്തുന്നതിന് മുമ്പ് US-ൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മേടിച്ച് വെച്ചേക്കണം. ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ ആമസോണിലത് മേടിച്ച് അവിടെ തയ്യാറായിട്ട് വീട്ടിൽ, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലോട്ട്
അതുമായി വണ്ടിയിൽ പോയി റോഡിലൂടെ എല്ലാം ഡ്രൈവ് ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ഗ്രീക്ക് വിഭാഗത്തിൽ ഗ്രീക്കുകാരനായ ഒരു സോക്രട്ടീസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ സ്റ്റുഡിയോയിലേക്ക് കണക്റ്റഡായി. അവിടെ ചെന്നു. അവിടെ നിന്നുകൊണ്ട്, അത് US മുഴുവൻ പോകുന്ന ഒരു ലൈവാണെന്നാണ് പറഞ്ഞത്. അവിടെ ഓസ്ട്രേലിയയിൽ നിന്ന് അവിടെ നിന്നൊക്കെ പല ആളുകളുണ്ട്. അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. കാരണം ഇലക്ഷൻ വരാൻ പോകുന്നു. ഓ മൈ ഗോഡ്, ശക്തമായി ബാക്ക് ടു ബേസിക്സ് പ്രാർത്ഥിച്ചു. പക്ഷേ അതിനുശേഷം ഉണ്ടായത് നിങ്ങൾക്കറിയാം, ഗവൺമെൻറ് മാറുക മാത്രമല്ല, എല്ലാ സ്കൂളുകളിലും ബൈബിൾ കൊണ്ടുവരണമെന്ന് നിയമം. അത് പല സ്റ്റേറ്റുകളും നടപ്പാക്കാൻ തുടങ്ങി. എല്ലാവരും എന്ന് പറഞ്ഞാൽ ബാക്ക് ടു ബേസിക്സ് എന്ന് വെച്ചാൽ അടിസ്ഥാനങ്ങളിലേക്ക് മടങ്ങുക, റൂട്ടിലേക്ക് മടങ്ങുക. കർത്താവിൻ്റെ വചനമാണ് നമ്മുടെ അടിസ്ഥാനം. അഖിലാണ്ടത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. മനുഷ്യവർഗം ദൈവവചനത്തിലേക്ക് മടങ്ങാമെങ്കിൽ രാഷ്ട്രങ്ങൾ, കുടുംബങ്ങൾ, വ്യക്തികൾ, ശുശ്രൂഷകന്മാർ, ഡിനോമിനേഷൻസ് ദൈവവചനത്തിന്റെ ആധാരത്തിലേക്ക് മടങ്ങാമെങ്കിൽ എവറിത്തിങ് വിൽ ബി റെസ്റ്റോർഡ്. എനിക്ക് പറയാനുള്ളത്, ഈ 2025 അതേ ദൂത് നമ്മളൊന്ന് ഏറ്റെടുത്താൽ, ബാക്ക് ടു ബേസിക്സ്, ഈ 1-ാം തീയതി മുതൽ ഈ ഡിസംബർ 31-ാം തീയതി വരെ നമുക്ക് മടങ്ങാം, ദൈവവചനത്തിലേക്ക് മടങ്ങാം, അടിസ്ഥാന മൂല്യങ്ങളിലേക്ക് മടങ്ങാം, പരിശുദ്ധാത്മാവിലേക്ക് മടങ്ങാം, ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് വരാം. എല്ലാറ്റിലും ഒരു വലിയ മാറ്റം ഈ വർഷം ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അടുത്തത് ഒക്ടോബർ മാസത്തിൽ നടന്ന നമ്മുടെ ഒരു വലിയ മീറ്റിംഗ് ആയിരുന്നു, യൂത്ത് റിവൈവൽ ക്യാമ്പ് എന്നുള്ളത്. ഈ പ്രാവശ്യം അവരതിന് ഒരു സ്പെഷ്യൽ സ്റ്റൈല് പേരൊക്കെ ഇട്ടത് YTHRVVL അല്ലേ. എല്ലാ വവൽസും അവരെ എടുത്ത് മാറ്റിക്കളഞ്ഞു. പക്ഷെ അതിശക്തമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. അതിശക്തരായിട്ടാണ് അതിനകത്ത് വന്ന ഗസ്റ്റ് സ്പീക്കേഴ്സിനെയും എല്ലാം കർത്താവ് അതിശക്തമായിട്ട് അവിടെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സും അതിൻ്റെ ചില കാര്യങ്ങളും ഒരു നിമിഷം നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. My prayer for this generation is that this generation will be revived, rebuilt, and restored in Jesus' name. And the reason why we do this conference is for the young people to encounter this life-changing God. And I believe all those people who came in have testimonies to share how God has been reviving their spirits. And I believe in the coming days, they are going to rise up to rebuild our nation. We will rebuild the ancient ruins. We will rebuild the things that have been broken down. And I believe this is our time, this is our season for young people, for Youth Unlimited to rise up and to bring a transformation to this world. The camp, youth camp, was unbelievable. Even as the Acts chapter 10, the book says, when in Cornelius' house, when the Spirit of God filled everybody, people were amazed. They could not believe what happened. You know what? That's what happened today. The same thing which happened in the house of Cornelius happened in today's youth camp, because everybody were filled with the Spirit of God and a revival broke through tonight. This is just the beginning of a new season. A lot of youngsters here are going to rise up to build the kingdom of God. I felt that the Father's love was just immense over the place, and how the Father was calling the youths back to Him. I was thinking God is going to do powerful encounters. People will experience the power of God. But as we were near lesson today, we were flying from Calcutta. I felt this immense love of the Father, where God wanted to re-establish and show Himself, manifest Himself as the Father. But even while worship, I feel this conference is different from 2022. Yeah. There's a deep work that's going on in the hearts of people. Even as they leave, it's not just an encounter that happened here. No, there's a deep work within our spirit and soul that has begun here, and God is faithful to continue it, and He will fulfill what He has started. Youth Revival 2024 was purely
Holy Spirit led. And I know the youth who attended this will never be the same. And I especially thank all the lineup of ministers who came up for this youth revival. Youth Revival 2024 camp. It was totally fun, fantastic, and fascinating. And I really congratulate all the team members who worked hard for its success. God bless you. So Youth Unlimited, we will see you. നിങ്ങൾ കണ്ടതുപോലെ തന്നെ അതിശക്തമായിരുന്നു. എനിക്ക് തോന്നുന്നു 2025 ഞങ്ങൾ യൂത്ത്സിന് വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള മീറ്റിങ്ങുകളൊക്കെ ചെയ്യും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അതിനുവേണ്ടി റെഡിയാക്കുക. നവംബർ മാസം അതും ഒരു ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു പാസ്റ്റർ ഡാമിൻ എന്നോട് അനേക വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യം, അത് സാക്ഷാത്കരിക്കപ്പെടുക എന്നോ അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ കാൽച്ചുവടുകൾ എടുത്ത് വെക്കാൻ സാധിച്ച ഒരു വർഷമായിരുന്നു 2024 നവംബർ. കുട്ടികൾക്ക് വേണ്ടി ഗ്രോ ആയിരുന്നെങ്കിൽ ലേഡീസിന് വേണ്ടി ഗ്ലോ ആയിട്ട്. യെസ്, ഗ്ലോ എന്ന പേരിൽ നമ്മളൊരു വിമൻസ് കോൺഫറൻസ് ആദ്യമായിട്ട് ചെയ്തു. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്ത്രീകൾ തന്നെയാണ് അതിനകത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി അതിൻ്റെ പ്രീച്ചേഴ്സ് തുടങ്ങി എല്ലാ കാര്യങ്ങളും സ്ത്രീകൾ തന്നെ അത് ചെയ്തു എന്ന് പറയുന്നതാണ് ഏറ്റവും അഭിമാനപൂർവ്വമുള്ള ഒരു കാര്യം. തുടർന്നുള്ള വർഷങ്ങളിൽ ദൈവം അതിശക്തമായിട്ട് സഹോദരിമാരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. അന്ന് ഗ്ലോയുടെ മീറ്റിങ്ങിന് പാസ്റ്റർ ഡാമിൻ്റെ ഒരു പ്രോഫറ്റിക്കായിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് എന്താ, സ്പിരിറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ പല ആളുകളുടെയും സാക്ഷ്യങ്ങൾ ഞാനത് കേൾക്കുകയാണ്. ഒരു ക്രിയേറ്റീവായിട്ട് ചില കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടാണ് അനു അയൺ മങ്കർ എന്നാണ് അവരുടെ സ്ഥാപനത്തിൻ്റെ പേര്. ഞാൻ പറഞ്ഞു ഇതുവരെ ഇല്ലാത്ത പോലെ ഏറ്റവും കാണാൻ ഭംഗിയുള്ള കാര്യങ്ങളായിരുന്നു ഈ ഒരു വർഷം ക്രിസ്മസിന് വേണ്ടി ന്യൂ ഇയറിന് വേണ്ടി അവർ പുറത്തിറക്കിയ അവരുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സഹോദരി പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ഈ വർഷം അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടതുകൊണ്ട്, പിന്നെ അവരുടെ വീട്ടിലെ ചില തിരക്കുകൾ കൊണ്ടും. ബട്ട് എന്താണെന്നറിയില്ല, ഞാനധികം വർക്ക് ചെയ്തില്ല, എൻ്റെ വർക്കേഴ്സ് കാര്യമായിട്ട് എഫേർട്ട് ഒന്നും ഇട്ടില്ല. പക്ഷെ പുറത്തു വന്നത് ഞാൻ കൊടുത്തതിൻ്റെ 100%-ത്തേക്കാളും പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്ന ക്രിയേറ്റിവിറ്റിയുള്ള കാര്യങ്ങൾ പുറത്തു വന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു കേക്ക് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ലേഡി, ഞാൻ ആ സഹോദരിയുടെ പേര് പറയുന്നില്ല, അവരും ഞങ്ങൾക്കും ഒരു കേക്ക് കൊണ്ട് തന്നു. അവർ പറയുക അവർക്ക് ഇന്ന് വരെ ഇല്ലാത്ത പോലെ ഏറ്റവും അവരെത്രയോ വർഷങ്ങളായിട്ട് ആ ബിസിനസ് ചെയ്യുന്ന സ്ത്രീയാണ്. പക്ഷെ ആ സ്ത്രീ പറയുന്നു, എൻ്റെ ബിസിനസ്സിൽ ഇന്ന് വരെ ഇല്ലാത്ത ടേൺ ഓവർ ഉണ്ടായി. 1, ലാഭമുണ്ടായി. 2, ഇന്ന് വരെ ഇല്ലാത്ത രീതികളിലെ പുതിയ കാര്യങ്ങൾ അവർ പരീക്ഷിക്കുകയും അത് വിജയിക്കുകയും ചെയ്തു ടേസ്റ്റിൻ്റെ കാര്യത്തിൽ. സോ ആ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഗ്ലോയിൽ ഞങ്ങൾ കേട്ടത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശബ്ദത്തെ കർത്താവ് ഉയർത്തും ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, അന്ത്യകാല ഉണർവിന് വേണ്ടി. യെസ്, അതൊരു പ്രോഫസി കൂടിയായിരുന്നു. അന്ത്യകാല ഉണർവിൽ ദൈവം ശക്തമായിട്ട് സ്ത്രീകളെ ഉപയോഗിക്കും എന്നുള്ളത്. ഗ്ലോ ഞങ്ങൾ 2024 അവസാനിപ്പിക്കുന്നില്ല, 2025 ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യുന്നു. അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. പക്ഷെ ഗ്ലോയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് വേഗത്തിൽ വാച്ച് ചെയ്യാം. I had a wonderful time at the Glow 2024. It was a great empowering. We had a wonderful time of worship and word. So many women turned up and we had a powerful time. And I feel like God was just raising up faith giants from among these women. Kore Rebecca's and Kore Esther's and Kore Mary's and
2025 happening next year. Should attend the 2025 Glow. അടുത്ത വർഷത്തെ ഗ്ലോയ്ക്കായിട്ട് കാത്തിരിക്കും. Make sure you don't mix Glow 2025. അടുത്ത വർഷത്തേക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക. We are all excited for the next year Glow. യെസ്, കർത്താവിൻ്റെ അതിശക്തമായ പ്രവൃത്തികളാണ് ഞങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിച്ചത്. ഈ വർഷം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെച്ച പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവന്നൊരു ഫെലോഷിപ്പുണ്ട്. പല ഫെലോഷിപ്പുകളുണ്ട് നമുക്ക്. പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഫെലോഷിപ്പുണ്ട്, യൗവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള, അങ്ങനെ പലർക്കും ഫെലോഷിപ്പ് ഉണ്ടെങ്കിലും ഒരു ഡോക്ടേഴ്സ് ഫെലോഷിപ്പ്, അത് എനിക്കൊന്ന് പാസ്റ്റർ ഡാമിയനാണ് അങ്ങനെ ഒരു കാര്യം അല്ലേ? അങ്ങനെ ഒരു നിയോഗം പരിശുദ്ധാത്മാവ് വ്യക്തമായി തന്നു. നമ്മളത് സൂമിൽ സ്റ്റാർട്ട് ചെയ്തു. 1-2 മാസങ്ങളായി അത് നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം. അതുപോലെ കർത്താവ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ ബ്രീഫായിട്ട് അവിടെ ഇത് സൗത്തും ഇത് സെൻട്രലും, നോർത്തിലെ ബ്രദർ ഷൈജു തന്നെ ഇന്ന് കൂടെ ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ തന്നെ നമ്മളത് പറയാം. വളരെ ബ്രീഫായിട്ട് അവിടുത്തെ ഒന്ന് പറയാമോ? നമ്മുടെ സൗത്ത് റീജിയനിലേക്ക് ഈ വർഷത്തേക്ക് നമുക്ക് ചില പുതിയ ശുശ്രൂഷകന്മാർ, ഈവൻ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ നിന്ന് പോലും പുതിയ ശുശ്രൂഷകന്മാര് ഒരു കുടുംബമായിട്ട് അങ്ങോട്ടേക്ക് അയക്കപ്പെട്ടു. അവര് വളരെ പവർഫുൾ ആയിട്ട് അവിടെ മിനിസ്ട്രി ഒക്കെ ചെയ്യാൻ തുടങ്ങി. അതൊരു വലിയൊരു ദൈവികമായിട്ടുള്ളൊരു നിയോഗത്തിൽ നിന്ന് ആരംഭിച്ചതാണ്. അത് മാത്രമല്ല, റീജിയന്റെ പ്രവർത്തനങ്ങളിലാണെങ്കിലും ഒത്തിരി സ്നാനങ്ങൾ നടക്കുകയും കർത്താവ് ഇപ്പം ഈ ഇറനിലോട് ബന്ധപ്പെട്ട് ഒരു വലിയൊരു മെഗാ ഒക്കെ നമ്മളിങ്ങനെ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏത് മീറ്റിംഗ് നടത്തിയാലും, ഈവൻ കോട്ടേജ് മീറ്റിംഗ് ആകാം, ബ്ലെസ്സിംഗ് ഗ്രൂപ്പ് ആകാം, അതെല്ലാം ഫയറിലാണ് പോയി. ഒരു വലിയൊരു റിവൈവൽ മോഡിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതെ, ശുശ്രൂഷന്മാർ പേഴ്സണലിയും അതുപോലെ തന്നെ കൂട്ടായ്മകളൊക്കെ ആയിട്ടൊക്കെ ഭയങ്കരമായിട്ട് റിവൈവ്ഡ് ആയിട്ട് ഇങ്ങനെ വന്നു. പിന്നെ ഒത്തിരി വീടുകളുടെ ബ്ലെസ്സിങ്സ്, ഹൗസ് ബ്ലെസ്സിങ്സ് നടത്തി. ഒത്തിരി മാരേജസ് ഈ വർഷം നടന്നു. സജി ബ്രദറിന്റെ വീടിന്റെയും എൻ്റെ വീടിൻ്റെ ആണെങ്കിലും ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ദൈവത്തിൻ്റെ ആ ഒരു നിയോഗിക്കപ്പെട്ട വർഷം 2024 കർത്താവ് വളരെ അത്ഭുതകരമായിട്ടൊരു ഭവനം കർത്താവ് ഞങ്ങൾക്ക് തന്നു. അത് മാത്രമല്ല, എൻ്റെ മകൻ ഈ വർഷമാണ് ബാപ്റ്റിസം കൊടുത്തത്. അപ്പോൾ ഞങ്ങള് പാസ്റ്റിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാസ്റ്റും ഷെമാൻഡിയും പറയായിരുന്നു, ശുശ്രൂഷന്മാരുടെ മക്കളൊക്കെ കറക്റ്റ് സമയത്ത് സ്നാനം എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളും കുറച്ച് നാളായിട്ട് പ്രയറിലായിരുന്നു. ഈ സൺഡേ സ്കൂള് ടീൻസിൻ്റെ ഒക്കെ ഇടയിൽ വലിയൊരു റിവൈവൽ നടന്നപ്പം കുഞ്ഞുങ്ങൾ അന്യഭാഷ പറയാൻ തുടങ്ങി. മകനും അങ്ങനെ ഒരു ഇത് കിട്ടി, സ്നാനം എടുത്തു. അതെല്ലാം കുഞ്ഞുങ്ങളിലേക്കും റീജിയനിലേക്കും ഒക്കെ അത് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്, ഈ യൂത്തിലെ ഗേൾസിനിടയിൽ ഒരു റിവൈവൽ വന്നു. അതായത് അത് അവിടെ വെച്ച് നിൽക്കാതെ ഇവർ രാത്രിയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പെൺകുട്ടികൾ രാത്രി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് സൂം മീറ്റിംഗ് അവസാനിച്ചാൽ റൂമിൽ അവർക്ക് പ്രാർത്ഥന നിർത്താൻ കഴിയത്തില്ല. ഒത്തിരി ഹെവൻലി എൻകൗണ്ടേഴ്സ് ഉണ്ടായി. അവർ തന്നെ പാട്ടുകൾ എഴുതാൻ തുടങ്ങി. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒരു റിവൈവൽ പ്രെയർ ഗേൾസിനിടയിൽ നടന്നു, ബോയ്സിനിടയിൽ നടന്നു. ഇവിടെയാണെങ്കിൽ സെൻട്രൽ ഏരിയയിൽ നോർത്തിലെ കാര്യങ്ങളൊന്ന് പറയാമോ? നമ്മുടെ നോർത്ത് ഏരിയയിൽ ഷൈജു ബ്രദർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓപ്പൺ ഹെവന്റെ സമയം മുതൽ വലിയൊരു ഇതുണ്ടായി. ഈ കഴിഞ്ഞ വർഷമല്ലേ ഷൈജു ബ്രദർ അങ്ങോട്ട് മൂവ് ചെയ്തു. ഷൈജു ബ്രദറിന്റെ ഇവിടുന്ന് വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പുറത്താണ്, ഇവിടെ ഇല്ല. അദ്ദേഹത്തിന്റെ ട്രക്കിൽ ഈ സാധനങ്ങൾ പോകുന്ന സമയത്ത് മൂടിക്കെട്ടി ഭയങ്കര മഴയൊക്കെ വന്നെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അന്ന് എൻ്റെ ആത്മാവിൽ ഉള്ളിലും പറഞ്ഞു, ഇതാ റിവൈവൽ വടക്കോട്ട് നീങ്ങുന്നു. അപ്പോൾ വലിയൊരു മൂവ് അങ്ങോട്ട് വടക്കോട്ട് നീങ്ങുന്നതായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തു. എന്നിട്ട് അതിനുശേഷമാണ് അവിടെ ഓപ്പൺ ഹെവന്റെ മീറ്റിങ്ങുകളും ക്യാച്ച് ദ ഫയർ, അൺലോക്ക് മലബാർ എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രെയർ മൂവ്മെന്റ് എല്ലാം അവിടെ നടന്നത്. ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമുക്ക് സെൻട്രൽ ഏരിയയിലും ഈ 3 ഏരിയയിൽ കോമൺ ആയിട്ടൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ലാസ്റ്റ് വർഷത്തിന്റെ അവസാനം നവംബർ ഡിസംബറിലേക്ക് വന്നപ്പോൾ ഹീലിങ്ങുകളുടെ വലിയ, അതായത് ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാകുന്നതിൻ്റെ ഒത്തിരി സാക്ഷ്യങ്ങൾ. അതിൽ പലതും നമുക്ക് ഇവിടെ സ്റ്റേജിൽ എത്തിക്കാൻ പറ്റിയിട്ടില്ല. ചിലർ അത് കഴിഞ്ഞിട്ട് ചിലർ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം, കാരണം വർഷങ്ങൾ കിടന്നിട്ട് അവർക്ക് ഇനി ഫിസിയോതെറാപ്പി ചെയ്ത് ബലപ്പെട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒത്തിരി സാക്ഷ്യങ്ങൾ ട്രിവാൻഡ്രത്ത് നമ്മൾ കേട്ടു. ഇവിടെ എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയൊരു കാര്യം, കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ ഏകദേശം ആ ഒരു മാസം എടുത്താൽ, ഈ ഡിസംബർ എടുത്താൽ 3 ക്യാൻസർ രോഗികൾ സൗഖ്യമായതിൻ്റെ വലിയ സാക്ഷ്യങ്ങൾ നമുക്ക്. അതിലൊരു ഫാമിലി സ്നാനപ്പെടാനായി തീരുമാനിച്ചിരിക്കുകയാണ്. അവരുടെ മകൻ ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കലൂരടുത്ത് റൂം എടുത്ത്. കാരണം അത് കഴിഞ്ഞിട്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു കുഞ്ഞിന് വേണ്ടി അമൃത ഹോസ്പിറ്റലിൽ പോയി പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിനും പൂർണ്ണ വിടുതൽ കിട്ടി. മറ്റൊന്ന്, നമ്മുടെ ഹീലിംഗ് ക്രൂസൈഡിൽ 2-3 തവണ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. വൈക്കത്തു നിന്നുള്ള അശ്വിൻ എന്ന് പറഞ്ഞൊരു യുവാവാണ്, ഏകദേശം 20 വയസ്സ് കഴിഞ്ഞു. വ്യക്തിപരമായി എപ്പോഴും വിളിച്ച് പ്രാർത്ഥിക്കുമെങ്കിലും ഹീലിംഗ് ക്രൂസൈഡിൽ എപ്പോഴും ആ വിഷയം ഇടായിരുന്നു. ഷമാനിക്ക് മിക്കവാറും ഓർമ്മയുണ്ടാവും. ഒത്തിരി തവണ തൻ്റെ ബ്ലഡ് മാറ്റിവെക്കാം, മജ്ജ മാറ്റിവെക്കാം, കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടും ഇനിയില്ല. ലുക്കീമിയ ആയിരുന്നു. ഈ 3 കേസുകളിൽ ലുക്കീമിയ ആയിരുന്നു. ഈ മകനെ അവസാനം ഇവരെന്നെ വിളിക്കാതെയായി. കാരണം ഒത്തിരി നാളായി പറയുന്നത് പ്രാർത്ഥിക്കാൻ. ഇവിടെ എന്നോട് പറയുമ്പോഴല്ല ഞാൻ ഹീലിംഗ് ക്രൂസൈഡിൽ പ്രാർത്ഥിക്കാനായിട്ട്, നമ്മുടെ ഫ്രൈഡേ സർവീസിൽ ഇടും. പക്ഷേ കഴിഞ്ഞ ആഴ്ച അമ്മ വിളിച്ചിട്ട് പറയുന്നു, ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, പൂർണ്ണ സൗഖ്യമായി, ശരീരത്തിൽ യാതൊരു വിധമായ ട്രേസും ഇല്ല എന്നുള്ള റിപ്പോർട്ട് വന്നു. അതുകൊണ്ട് അടുത്തൊരു എപ്പിസോഡ് അവർ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ആമേൻ. അതിനുവേണ്ടിയാണ് വിളിച്ചപ്പോഴാണ്. അപ്പം ഞാൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി പരിശുദ്ധ ദൈവം എത്രത്തോളം തന്നെ ജനത്തെ സ്നേഹിക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നു വി ഗോണ എൻഡ് വിത്ത് എ ബാങ് എന്ന് പറയുന്ന പോലെ വലിയൊരു ശക്തിയോടെയാണ് ഈ വർഷത്തിൻ്റെ അവസാനം. അസാധാരണമായ കാര്യങ്ങളാണ് കർത്താവ് ചെയ്തത്. ഒരു പക്ഷേ ഓർമ്മയുണ്ടോ, ചില സൺഡേകൾക്ക് മുമ്പ് സെക്കൻഡ് സർവീസിൽ, മലയാളം ഇംഗ്ലീഷ് സർവീസിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് ഒരു ഹീലിങ്ങിൻ്റെ ഒരു മൂവ് ഉണ്ടായി. അതെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി, എൻ്റെ ചരിത്രത്തിൽ ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത പോലെ ഫുൾ ഹോളിൽ നടന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഓരോ വ്യക്തിയും സാധാരണ മുമ്പോട്ട് വന്നല്ലേ പ്രാർത്ഥിക്കും, സാധാരണ ഇതിൻ്റെ ഉള്ളിലൂടെ നടന്ന് പുറകിലൊക്കെ ഓരോരോ ഹോട്ട്സ്പോട്ടുകൾ പോലെ രൂപപ്പെട്ടു. പരിശുദ്ധാത്മാവിൽ കുഞ്ഞുങ്ങളും യുവാക്കന്മാരൊക്കെ ഇങ്ങനെ സർക്കിൾ പോലെ ഫോം ചെയ്യുക, അവിടെ ഇവിടെ എല്ലാമായിട്ട്. അന്നത്തെ വർഷിപ്പ് കൺട്രോൾ വിട്ട് അങ്ങ് പോയി. അപ്പോൾ ആ ഹീലിംഗ് റിവൈവലിന് ശേഷം തന്നെ മൊത്തത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, നാം നമ്മുടെ ഇയർ പ്ലാനറിൽ ഒത്തിരി കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്താലും ദ ഹോളി സ്പിരിറ്റ് ഹാസ് ഹിസ് ഓൺ സീസൺസ്. ആസിയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് പൗലോസിനോട് പരിശുദ്ധാത്മാവ്, നമ്മളാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കും. പിശാചല്ലേ തടുക്കുന്നത്, ദൈവാത്മാവ് തടുക്കുമോ? പക്ഷേ ദ ഹോളി സ്പിരിറ്റ് ഹാഡ് എ ബെറ്റർ പ്ലാൻ. അപ്പോഴല്ല അവിടെ ചെയ്യേണ്ടത്, അതിനപ്പുറത്ത് ചില പദ്ധതികളുണ്ട്. ഇപ്പോൾ അവിടെ റൈപ്പ് ആയിട്ടില്ല, നീ ഇങ്ങോട്ട് പോകും. അപ്പോഴാണ് മാസിഡോണിയയിലേക്ക് ഒരു ഓപ്പണിങ്. മാസിഡോണിയയിലെ പുരുഷൻ വന്ന് വിളിക്കുന്നതായിട്ട് ദർശനം കാണുന്നു, അങ്ങോട്ട് പോകുന്നു, അവിടെ ഭയങ്കരമായ മൂവ് ഉണ്ടാകും. മറ്റൊരവസരത്തിൽ ഇവിടെ ഉണ്ടാകും. സോ പരിശുദ്ധാത്മാവിന് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാവൂ. മലബാർ മെഗാ ഫെസ്റ്റിവലിൽ ഫാസ്റ്റ് പറഞ്ഞ പോലെ ഈ ഫാസ്റ്റ് ആ മീറ്റിങ്ങിലും പറഞ്ഞു, ഏറ്റവും അവസാനം നടക്കേണ്ട കാര്യങ്ങൾ ആദ്യം നടന്നു. മലബാർ മെഗാ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഞാൻ ഒരു മെസ്സേജ് എല്ലാം പറയാൻ വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്തൊക്കെ അവിടെ ചെന്നെങ്കിലും പെട്ടെന്നാണ് അറ്റ്മോസ്ഫിയർ, ആദ്യത്തെ ചില സെൻറ്റൻസുകളിൽ അറ്റ്മോസ്ഫിയർ മാറുന്നു. ഹീലിങ്സ് നടക്കാൻ തുടങ്ങുന്നു, സ്പോട്ടിൽ ഹീലിങ്സ് നടക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഈയിടെ എൻ്റെ അനുഭവത്തിൽ നിന്നും പരിശുദ്ധാത്മ ചലനങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടേതായ പ്രീ പ്ലാനുകൾ അതെല്ലാം കൂടെ ഒന്ന് സറണ്ടർ ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ വഴിക്ക് പോകാമെങ്കിൽ നമ്മൾ ഒന്നാമത് വഴി തെറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ചില ആഴ്ചകളായി കർത്താവ് ഒരു ഗ്ലോറി റലം തുറന്നു. അതെനിക്ക് ഒന്ന് കഴിഞ്ഞ എൻകൗണ്ടർ നൈറ്റിലാണ് ആരംഭിച്ചത്. എൻകൗണ്ടർ നൈറ്റിൽ അത് ആരംഭിച്ചു. ഗ്ലോറി ഡേ 1, 2, 3 എന്ന് പറയാൻ തുടങ്ങുന്നു. ട്രിവാൻഡ്രത്തൊരു പെൺകുട്ടി അത് കലണ്ടർ ഉണ്ടാക്കുന്നു, ഗ്ലോറി കലണ്ടർ ഉണ്ടാക്കി. ഡേ 1, 2, 3, 4 അങ്ങനെയാണ് നമ്മൾ പോസ്റ്റേഴ്സ് ഇറക്കാൻ തുടങ്ങി. അടുത്ത വർഷം എന്താണ് എന്നതിനെക്കുറിച്ച് ഞാൻ അംബ്രോസിനോട് പല പ്രാവശ്യം പറഞ്ഞു, ഐ എം ബ്ലാങ്ക്, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. എന്ത് പേരിടണമെന്ന് എനിക്കറിയില്ല, എനിക്കൊരു പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ പെട്ടെന്നാണ് ഈ ഗ്ലോറിയുടെ മൂവ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് ദ ഇയർ ഓഫ് ഗ്ലോറി റലം എന്ന് 2025 ഫോക്കസ് വന്നത്. ഇൻ മൈ ഹാർട്ട് ഐ ഹാവ് ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻ. 2025 കുറിച്ച് കർത്താവ് ചെയ്യാൻ പോകുന്നത് 2024 ഇങ്ങനെയൊക്കെ കർത്താവ് കൊണ്ടുപോയെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊരു റലം തുറക്കുകയാണ്. ഞാൻ ഈ മുന്നമേ പറയാം, ഗ്ലോറി റലത്തിൻ്റെ പ്രത്യേകത പറയാം. പ്രസൻസ് എന്ന് പറയുമ്പോൾ ദൈവം നമ്മിലേക്ക് ഇറങ്ങി നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമെങ്കിൽ, പവർ എന്ന് പറയുന്നത്
നമ്മുടെ മേൽ വന്ന് നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. പവർ കംസ് വിത്ത് us to do things, but glory is God doing things without us. നമ്മൾ കാഴ്ചക്കാരായിട്ട് നിൽക്കും, പരിശുദ്ധാത്മാവ് വന്ന് വി വിൽ ബി സ്പെക്ടേറ്റേഴ്സ്. അതാണ് ഗ്ലോറി റെലം. അതിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ലെറ്റ് മീ കൺക്ലൂഡ് ലൈക്ക് ദിസ്. ഇത് ഒത്തിരി നീണ്ടുപോയി. സാധാരണ ഹാഫ് ആൻ അവറിനുള്ളിൽ നിൽക്കേണ്ടത് ഡബിൾ സമയത്തിലേക്ക് പോവുകയാണെങ്കിലും ലെറ്റ് മീ ടെൽ യു സംതിങ്. ഈ ഒരു പോയിന്റിൽ നമ്മൾ നിൽക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദ പാസ്റ്റ്, ഫെയ്ത്ത് ഫോർ ദ പ്രസൻറ്റ് ആൻഡ് ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ, ദാറ്റ് ഇസ് എ ഫോക്കസ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എബ്രായ ലേഖനം 13:8 പറയുന്നത് എല്ലാവർക്കും ബൈ ഹാർട്ട് അറിയാൻ പറ്റും. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. വാട്ട്സ് ദ മീനിങ്? He is present in the past, he is present in the present, and he is present in the future. മൂന്ന് കാലങ്ങളെയും എങ്ങനെ പറയാം, മുകളിലൂടെ എംബ്രേസ് ചെയ്ത് നിൽക്കുന്നൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ യേശുവാണ്. ആൻഡ് ഹീ സ്റ്റേബിൾ. പണ്ടും ഇന്നും എന്നും കർത്താവ് സ്റ്റേബിളാണ്. അതുകൊണ്ട് ഇരുന്നവനും വരുന്നവനും എന്ന് പറയുന്നത് ഹീസ് ദി ആൽഫ ആൻഡ് ഒമേഗ. So Jesus Christ is stable, he's immutable, unchangeable. അതുകൊണ്ട് കർത്താവിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ അധികം ദിസ് എ ഹ്യൂജ് തിങ് ഇൻ ദ ഡേയ്സ് ടു കം വി കൻ ഓപ്പൺ ഇറ്റ് അപ്പ്. ഏതായാലും ഒരു മഹത്വ തലത്തിലേക്ക് 2025 ബ്ലെസ്സിങ് ടുഡേ കുടുംബത്തെ ബന്ധപ്പെട്ട എല്ലാവരെയും കണക്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവരെയും കർത്താവ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വർഷമാണെന്ന് മാത്രം ഞാൻ ആവർത്തിച്ച് പറയുന്നു. കമൻറ്റ് സെക്ഷനിൽ ദയവായി യൂട്യൂബിൽ കാണുന്നവർ ടൈപ്പ് ചെയ്തിടുക. എത്ര പേരുണ്ടോ അത്രയും പേർ ദ ഇയർ ഓഫ് ഗ്ലോറി റലം ടൈപ്പ് ചെയ്യുക. ഐ റിസീവ് ദ ഇയർ ഓഫ് ഗ്ലോറി റലം. അങ്ങനെ എൻ്റെ മലയാളം പറയുന്ന മഹത്വ തലത്തിൻ്റെ വർഷത്തെ ഞാൻ സ്വീകരിക്കുന്നു. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ. ആഗ്രഹമുള്ള എല്ലാവരും ടൈപ്പ് ചെയ്തിടുക. ഐ റിസീവ് ദ ഇയർ ഓഫ് ഗ്ലോറി റലം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് സ്വീകരിക്കുക. നേരത്തെ നമ്മൾ കണ്ടതുപോലെ കേട്ടതുപോലെ പല കാര്യങ്ങളും നമ്മളായ എഫേർട്ട് എടുക്കാതെ കർത്താവ് അങ്ങ് ചെയ്യാൻ തുടങ്ങും. നമ്മളങ്ങ് നിന്നു കൊടുത്താൽ മതി. അങ്ങനൊരു അന്തരീക്ഷം, അങ്ങനൊരു വർഷമായി ഈ വർഷം മാറുകയാണ്. എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് പ്രാർത്ഥിക്കാന് ശേഷം വർഷിപ്പോടുകൂടി അവസാനിപ്പിക്കാം. എല്ലാവരും ഒന്ന് ജനങ്ങളുടെ നേരെ കൈനീട്ടി പിടിക്കാം. കർത്താവേ, ഇത് കാണുന്ന എല്ലാവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പല ടെസ്റ്റിമണീസ് ഒരു വർഷത്തിൻ്റേതൊരു ഗുളിക രൂപത്തിൽ നക്ഷലിൽ ഞങ്ങൾ പറഞ്ഞു. അതിൻ്റെ എല്ലാം കൂടെ എസൻസ് എന്ന വണ്ണം രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ. കൈനീട്ടി ഇപ്പോൾ പറയുക, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യമാകുന്നു. പുതുവത്സരത്തിൻ്റെ 1-ാം ദിവസം സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ അങ്ങ് പോകാം യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ കാണുന്നു പ്രഗ്നൻസി കോംപ്ലിക്കേഷനുള്ള ചില അമ്മമാരെ, ചില സഹോദരിമാരെ ഞാൻ കാണുന്നു. വയറിനകത്ത് കുഞ്ഞുണ്ട്, പക്ഷേ എന്തൊക്കെയോ വലിയ കോംപ്ലിക്കേഷൻസ്. യേശുവിൻ്റെ നാമത്തിൽ അത് റെക്ടിഫൈഡ് ആകട്ടെ. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. എല്ലാവരും ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് ഇത് സ്വീകരിക്കാൻ തുടങ്ങുക. ഞാൻ പലതും വിളിച്ചു പറയാൻ പോവുക. നിങ്ങൾക്ക് വേണം ഈ വർഷത്തേക്ക് സ്വീകരിച്ചു. 2025 മഹത്വത്തിൻ്റെ വർഷമായിരിക്കും. മഹത്വ തലം വെളിപ്പെടുന്ന വർഷമായിരിക്കുമ്പോൾ തന്നെ വലിയ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ, ഉയർച്ചകൾ ഉണ്ടാകട്ടെ, വിശാലതകൾ ഉണ്ടാകട്ടെ, യാത്രകൾ, സഫലമായ യാത്രകൾ ഉണ്ടാകട്ടെ, ചർച്ച് പ്ലാന്റിംഗ് നടക്കട്ടെ, ശുശ്രൂഷകർ എഴുന്നേൽക്കട്ടെ, ഉണർവ് കത്തിപ്പടരട്ടെ. ആ ഗ്ലോബൽ ഒരു റിവൈവൽ, ഗ്ലോക്കൽ എന്ന് പറഞ്ഞതുപോലെ ലോക്കൽ നിന്ന് ഗ്ലോബൽ ലെവലിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ പോകാൻ തുടങ്ങട്ടെ. പുതിയ ചർച്ചകൾ, പുതിയ ശുശ്രൂഷകർ എഴുന്നേൽക്കട്ടെ. വണ്ടർ കിഡ്സ് അനുഗ്രഹിക്കപ്പെട്ടെ, ടീംസ് ക്ലബ് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈഗിൾസ് ഫെലോഷിപ്പ് അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മൾ ക്വയറുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകർ ഒത്തിരി വിശാലമായി യാത്ര ചെയ്യാൻ തുടങ്ങട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം അങ്ങ് വിളിച്ചു പറ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ സൗഖ്യമാകട്ടെ. വെന്റിലേറ്ററിൽ നിന്നും പലരും പുറത്തു വരട്ടെ. മരിച്ചു എന്ന് പറയുന്നവർ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. In the name of the Father, Son and the Holy Spirit, now we release that glory realm upon every individual, every family, every church. Now
In the name of Jesus. നമുക്ക് ചേർന്ന് പാടാം. To be praised, and we give you all the glory, and we worship you, our Lord, and you are worthy to be praised. And you are Alpha and Omega, and we worship you, our Lord, and you are worthy to be praised. And you are Alpha and Omega, and we worship you, our Lord, and you are worthy to be praised. And we give you all the glory, and we worship you, our Lord, and you are worthy and to be praised. And we give you all the glory, and we worship you, our Lord, and you are worthy to be praised. We give you all the glory. We give you all the glory. We give you all the glory. Christ the Lord. One last time, we give you all the glory. We give you all the glory. We give you all the glory. Christ the Lord. Engidam sarva mahimayum Yesu Karthavina. Amen. ഗ്ലോറി ഡേയ്സ് തുടരുന്നു. ദൈവം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇന്ന് വൈകിട്ട് ഞങ്ങളെല്ലാവരും ടീമായി ട്രിവാൻഡ്രത്തുണ്ടായിരിക്കും, ബിഷപ്പ് ഫെറേറ ഹാളിൽ. നിങ്ങൾ എവിടെയാണെങ്കിലും ഓടി വരിക. ഗ്ലോറി ഡേ 1 ന്യൂ ഇയർ 2025 ജാനുവരി 1 തന്നെ നമുക്ക് യാത്ര തുടരാം. ദൈവം അനുവദിച്ചാൽ ഈ വർഷം നമ്മുടെ മീറ്റിങ്സൊക്കെ വേറെ ലെവലിലായിരിക്കും. മാത്രമല്ല ദൈവം അനുവദിച്ചാൽ ഫെബ്രുവരി മാസത്തിൽ ഫൈനലൈസ്ഡ് അല്ല,
as of now, this is what I can tell you. കൊല്ലത്ത് നമ്മുടെ ഹോളി സ്പിരിറ്റ് ഫയർ കോൺഫറൻസ് നടക്കാൻ പോവുകയാണ്. മുൻകൂട്ടി നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യണം. അനൗൺസ്മെൻറ്റ്സ് പിന്നാലെ വരും. കേരളത്തിൽ ത്രൂ ഔട്ട് പല പല മീറ്റിംഗ്സ് നടക്കും. ലോക രാജ്യങ്ങളിലേക്ക് മിഷൻസുമായി ഈ വർഷം നമ്മൾ യാത്ര ചെയ്യാൻ പോവുകയാണ്. I have a great expectation about this year. Get ready. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. മോർണിംഗ് ഗ്ലോറി ഒരു ദിവസം പോലും മുടങ്ങരുത്. നാളെ മുതൽ വർഷിപ്പിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് നമ്മൾ മോർണിംഗ് ഗ്ലോറിയിൽ പോകാൻ പോവുകയാണ്. സോ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേസ് സ്പെഷ്യൽ എപ്പിസോഡ്. See you tomorrow. Bye-bye and Happy New Year.